അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വ അബ്ദിഹി വ ബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു നമ്മളെ ഈ ഒരു പുണ്യ പ്രദോഷത്തിൽ വെള്ളിയാഴ്ച രാവിൽ ഈ ഒരു മജ്ലിസിൽ സമ്മേളിപ്പിച്ചു. ഈ ഒരു മഹാഭാഗ്യം കനിഞ്ഞ നാഥൻ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരിടം കാണാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ വഴിമാറ്റുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും നമുക്ക് നാഥൻ തുറവിയും ഉദവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ ശ്രദ്ധേയവും പ്രാധാന്യവുമുള്ളൊരു വിഷയമാണ് നമ്മളിവിടെ ഈ സ്വാഗത ഭാഷണത്തിൽ മനസ്സിലാക്കിയത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ പ്രവചിച്ച ഒരു തിരുമൊഴിയുടെ പുലർച്ച പൂർത്തീകരണം അതാണ് നമ്മളതിൽ വായിക്കുന്നത്. ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അതിൽ ആദരവുറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സയഅതി അലന്നാസി സനവാതുൻ ഖദ്ദാആത്ത് യുസദ്ദഖു ഫീഹിൽ കാദിബു വയുകദ്ദബു ഫീഹിൽ സാദിഖു വയുഅ്തമനു ഫീഹിൽ ഖായിനു വയുഅമ്മനു ഫീഹിൽ അമീനു യുഖവ്വനു ഫീഹിൽ അമീൻ വയതകല്ലമു ഫീഹി റുവൈബിദ എന്ന് തുടങ്ങിയാണ്. അതിൽ പറയുന്നത്, ചില വർഷങ്ങൾ ജനങ്ങൾക്ക് വരാനിരിക്കുന്നു. ആ വർഷങ്ങളുടെ പ്രത്യേകത മനുഷ്യരെ ചതിയിൽ വഞ്ചനയിൽ അകപ്പെടുത്തുന്ന വർഷങ്ങളാണ് എന്നാണ്. മനുഷ്യർ ചതിയിൽ വീഴ്ത്തപ്പെടുമാറ് ചില വർഷങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ വിവരണം വന്നു, യുസദ്ദഖു ഫീഹിൽ കാദിബ്, അന്നാളിൽ കളവ് പറയുന്നവൻ സത്യപ്പെടുത്തപ്പെടും. വയുകദ്ദബു ഫീഹി അസാദിഖ്, സത്യം പറയുന്നവൻ കള്ളനായി വിധി എഴുതപ്പെടും. വയുഅ്തമനു ഫീഹിൽ ഖായിൻ, വഞ്ചിക്കുന്നവനെ വിശ്വസിച്ചവനായും വയുഖവ്വനു ഫീഹി അൽ അമീൻ, വിശ്വസ്തൻ വഞ്ചിക്കപ്പെടുന്നവനായും ഒക്കെ ചിത്രീകരിക്കപ്പെടും. അന്ന് ആളുകളുടെ പ്രത്യേകത, യതകല്ലമു ഫീഹി അല്ലെങ്കിൽ യതകല്ലമു ഫീഹ റുവൈബിദ, ഈ റുവൈബിദയായിരിക്കും സംസാരിക്കുക. സഹാബികൾക്ക് അറിഞ്ഞില്ല എന്താണ് ഈ റുവൈബിദ. അപ്പോൾ അവർ ചോദിച്ചു, അമർ റുവൈബിദ യാ റസൂലല്ലാഹ്, തിരുദൂതരെ എന്താണ് ഈ റുവൈബിദ? അപ്പോൾ റജുലുൻ താഫിഹ് യതകല്ലമു ഫീ അംരിൽ ആമ്മ എന്നാണ്. പൊതുവിഷയങ്ങളിൽ, പൊതുജനങ്ങളുടെ വിഷയങ്ങളിൽ നിസ്സാരന്മാർ സംസാരിക്കുന്ന ദുരവസ്ഥ, അതാണ് റുവൈബിദ എന്ന് പറഞ്ഞു എന്നാണ്. ഇവിടെ
സത്യം പറയുന്നവർ അസത്യവന്മാരാക്കപ്പെടുന്ന, അസത്യത്തിൻ്റെ വാക്താക്കൾ സത്യസന്ധരായി വാഴ്ത്തപ്പെടുന്ന വർഷങ്ങൾ വരും എന്നും, വിശ്വസ്തന്മാരെ ചതിയന്മാരും ചതിയന്മാരെ വിശ്വസ്തരുമായി വിധിക്കപ്പെടുന്ന വർഷങ്ങൾ വരും എന്നൊക്കെയാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം വരാനിരിക്കുന്നതായ ചില വർഷങ്ങളെക്കുറിച്ച് അന്ന് പ്രവചിച്ചത്. അന്ത്യനാളിൻ്റെ അലാമത്തുകളിൽ ഉലമാക്കൾ എണ്ണിയ വിഷയങ്ങളിൽപ്പെട്ടതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രവചനം നടത്തി. പലപ്പോഴും ഇതിൻ്റെ ചില ചരിത്രങ്ങൾ, സാക്ഷ്യങ്ങൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്. അത് ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കി നമുക്ക് പിന്നീട് നമ്മുടെ ഇന്നിലേക്ക് വരാം. അന്നൊരു ദിവസം മഹദി ഉമ്മു സലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്വപ്നം കാണുകയാണ്. ഹിജ്റയുടെ 61 മുഹറം 10 ഒരു വെള്ളിയാഴ്ചയായിരുന്നു അവർ കണ്ട സ്വപ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിയ ചോര ശേഖരിക്കുകയും വടിച്ചു കൂട്ടുകയുമായിരുന്നു. അതാണ് ഉമ്മു സലമ തിരുദൂതരെ സ്വപ്നത്തിൽ ദർശിക്കുന്നത്. അപ്പം മഹദി ഉമ്മു സലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ദമു മൻ ഹാദ, ഇത് ആരുടെ ചോരയാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തിൽ മഹദിയോട് പ്രതികരിച്ചത്, ദമുൽ ഹുസൈൻ, ഇത് ഹുസൈൻ്റെ ചോരയാണ് എന്നാണ്. തിരുവിയോഗശേഷം പതിറ്റാണ്ടുകൾ പലത് പിന്നിട്ടതിന് ശേഷമാണ് ഈ ഒരു സ്വപ്നദർശനം. മഹദി ഉമ്മു സലമ ഈ സ്വപ്നം വിശുദ്ധ മദീനയിൽ വെച്ച് കാണുമ്പോൾ അങ്ങകലെ ഇറാഖിൻ്റെ കർബലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൈഹാനത്തായ പരിമളവും സുഗന്ധവുമായ ഹുസൈൻ എന്നവർ കർബലയിൽ വധിക്കപ്പെടുകയായിരുന്നു. മഹദി കണ്ട ഈ സ്വപ്നം കണ്ണു നനഞ്ഞവർ അവരുടെ മക്കളോട് പറയുമ്പോൾ, അന്ന് മദീനയും ഇറാഖും പെട്ടെന്ന് വാർത്തകൾ എത്തിപ്പിടിക്കാവുന്ന അകലത്തിലല്ല, ബഹുദൂരം അകലെയാണ്. പക്ഷേ മഹദി ഈ സ്വപ്നം കണ്ട ദിനം അവിടെ ഇറാഖിൽ കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിരുന്നു. അദ്ദേഹം മാത്രമല്ല, നബി കുടുംബത്തിലെ പലരും, ഹുസൈൻ റളിയല്ലാഹു തആലാവിൻ്റെ മക്കൾ, അലി സൈനുൽ ആബിദീൻ ഒഴിച്ച് ബാക്കിയുള്ളവർ, ഹസൻ റളിയല്ലാഹു തആലാവിൻ്റെ മക്കൾ, അലി റളിയല്ലാഹു തആലാവിൻ്റെ മക്കളിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഇവരൊക്കെയും അന്ന് ഷഹീദായവരിൽപ്പെട്ടവരാണ് കർബലയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർബുൻ വബലാഉൻ ഇതിനെ ചേർത്താണ് കർബല എന്ന് പറഞ്ഞത്. കർബ് എന്ന് പറഞ്ഞാൽ
പ്രയാസമാണ്, ഞെരുക്കമാണ്. ദുആ ഉൽ കർബ് എന്ന് പറയില്ലേ, കർബിൻ്റെ സമയത്തുള്ള ദുആ. ഏതാണത്? കർബിൻ്റെ സമയത്തുള്ള ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹു വൽ ഹലീമുൽ കബീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വൽ അർളി എന്ന് തുടങ്ങിയിട്ടുള്ള ദുആ. ഏതായാലും ദുആ ഉൽ കർബ്, കർബ് ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണം, കർബുൻ വ ബല ഉൻ, അതാണ് കർബല. ആ പേരറിയിക്കുന്നത് പോലെയാണ് അന്ന് നടന്ന സംഭവം. ഞാനിത് കൊണ്ടുവന്നത് കർബല ഇറാഖിലാണ്. അഹ്ലുൽ ഇറാഖ്, ഇറാഖുകാർ നബി കുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവരും നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലസ്ഥാന നഗരി വരെ കൂഫയിലേക്ക് മാറ്റിയവരുമാണ്. ഇസ്ലാമിക തലസ്ഥാന നഗരി മദീനയായിരുന്നു. പിന്നീടത് ഷാമിലേക്ക് മാറ്റി. ഷാമിൽ നിന്ന് കൂഫയിലേക്ക് അലി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക തലസ്ഥാന നഗരിയെ മാറ്റാൻ കാരണം അഹ്ലുൽ ഇറാഖ്, ഇറാഖുകാർ, അവർ ഷിയഅത്തു അലി, അലിയാരുടെ കക്ഷി എന്ന പേരിൽ അറിയപ്പെട്ടതിനാലാണ്. ജമൽ യുദ്ധവും അതേപോലെ തന്നെ സിഫീൻ യുദ്ധവുമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇറാഖുകാർ നബി കുടുംബത്തിൻ്റെ പേരിൽ എന്നതായിരുന്നു പ്രത്യക്ഷത്തിൽ പറയപ്പെട്ടിരുന്നത്. ആ ഇറാഖിൻ്റെ നടുവിലാണ് അലി റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെടുന്നത്. ആ ഇറാഖിലേക്ക് ഞങ്ങളെല്ലാവരും അങ്ങേക്ക് ബൈഅത്ത് ചെയ്യാനും അങ്ങയെ ഭരണാധികാരിയായി വാഴ്ത്താനും ഒരുക്കമാണ്, വരൂ എന്ന് പറഞ്ഞാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഇറാഖിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്, വിളിച്ചു വരുത്തിയത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരിൽ വിശ്വാസ്യത വായിച്ചു ഉപരിപ്ലവമായി. മുസ്ലിം ഇബ്നു അഖീൽ എന്നവരെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് അയച്ചു. മുസ്ലിം ഇബ്നു അഖീൽ ഇബ്നു അബി താലിബാണ്. അപ്പോൾ അഖീലിൻ്റെ മകൻ മുസ്ലിം എന്ന് പറയുമ്പോൾ അലിയാരുടെ, ജാഫറിൻ്റെ ഒക്കെ റളിയല്ലാഹു അൻഹുമ സഹോദരപുത്രനാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമും സഹോദരപുത്രരുടെ മക്കളാണ്. അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി, അഖീൽ മുസ്ലിം ഇബ്നു അഖീൽ സഹോദരന്മാരുടെ മക്കളാണ്. അപ്പോൾ ഇറാഖിലെ ആളുകളൊക്കെ തന്നെ വിളിക്കുന്നതും ക്ഷണിക്കുന്നതും കണ്ടപ്പോഴാണ് മുസ്ലിമിനെ അയച്ചത്. ഇറാഖിലെ ജനങ്ങളുടെ അവസ്ഥ എന്ത്, അനുകൂലികളോ പ്രതികൂലികളോ എന്നറിയാൻ. മുസ്ലിം പോയപ്പോൾ 18,000 പേർ അദ്ദേഹത്തിന് അനുസരണ പ്രതിജ്ഞ ചെയ്തു. ഹുസൈനിൻ്റെ പേരിൽ, ഹുസൈനിന് ഞങ്ങൾ അനുസരണ പ്രതിജ്ഞ ചെയ്യുന്നു എന്നതിന് അദ്ദേഹത്തിൻ്റെ വക്കീലായിട്ടാണ് മുസ്ലിമിനെ അവർ ബൈഅത്ത് ചെയ്തത്. അവരുടെ എഴുത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സമ്മതിച്ചുകൊണ്ട് ഇത്രയെണ്ണം. അപ്പോൾ മുസ്ലിമിന് അഖീൽ പറഞ്ഞു, ഇറാഖിലെ ആളുകൾ നിങ്ങളോടൊപ്പമാണ്, വരൂ. അങ്ങനെയാണ് ഹിജ്റയുടെ 60-നൊടുവിൽ ഹജ്ജ് കഴിഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇറാഖിലേക്ക് തിരിക്കുന്നത്. അന്ന് എല്ലാവരും കേണഭ്യർത്ഥിച്ചു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട്, ഇറാഖിലെ ആളുകളാണ്, പോകരുത്, അവർ ചതിയന്മാരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഉപരിപ്ലവ ഭാവത്തിൽ, പ്രകടനത്തിൽ
വശീകൃതനായി ഇറാഖിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ആ ഇറാഖികൾ അത്രയ ആൾബലം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ഇറാഖികളിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുമ്പോൾ ഹുസൈനെ തടുക്കാൻ അവരുണ്ടായില്ല. കർബല യുദ്ധക്കളം രക്തമയമാകുമ്പോൾ ഹുസൈനോടൊപ്പം നബി കുടുംബത്തിലെ ചില ആളുകൾ മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിനെ ഇറാഖിലേക്ക് ക്ഷണിച്ച, പ്രത്യേകിച്ച് ബയ്യത്ത് ചെയ്ത ഈ 18,000 പേർ എവിടെ? അഹ്ലുൽ ഇറാഖ്, ഇറാഖുകാരാണ് ഒരു കക്ഷി. അഹ്ലുൽ ഷാം, അവരാണ് മറ്റൊരു കക്ഷി. ഈ രണ്ടു കൂട്ടരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്ന അവസ്ഥ വന്നത്. അഹ്ലുൽ ഇറാഖ് ആർക്ക് വേണ്ടിയാണ് അഹ്ലുൽ ഷാം, ഷാമുകാരോട് എതിർത്തത് നബി കുടുംബത്തിന് വേണ്ടിയാണ്. പക്ഷേ ഈ അഹ്ലുൽ ഇറാഖ്, ഇറാഖിലെ ആളുകൾ മുഴുവൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നബി കുടുംബത്തിലെ ഈ ആദരണീയരും കൊല ചെയ്യപ്പെടുമ്പോൾ അവർ എവിടെയായിരുന്നു? അവർക്കൊന്നും ഒരു പോറലുമേൽക്കാതെ ഈ സാധുക്കൾ, നബി കുടുംബത്തിലെ പുണ്യാളർ അതിദാരുണമായി പാനജലം പോലും നിഷേധിക്കപ്പെട്ട് എങ്ങനെ ഇറാഖിൽ കൊല ചെയ്യപ്പെട്ടു? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകർ ആര് എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും തെളിഞ്ഞ ഉത്തരം, അത് ഇറാഖിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയ, നബി കുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്ന ഈ കപടന്മാരാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. പിന്നീടാണ് അതിൻ്റെ കൊടിയ പാതകത്തിൻ്റെ വിധി അന്നത്തെ ഇറാഖിൻ്റെ ഗവർണർ ഉബൈദുള്ള ഇബ്നു സിയാദിലേക്കും മറ്റുള്ളവരിലേക്കൊക്കെ പോവുക. പക്ഷേ കർബല എന്ന് കേൾക്കുമ്പോൾ, ഹുസൈൻ റളിയല്ലാഹു തആലാൻ്റെ ഷഹാദത്ത്, രക്തസാക്ഷിത്വം എന്ന് കേൾക്കുമ്പോൾ ക്രൂശീകരിക്കപ്പെടുന്നവരിൽ ആദ്യത്തെ ആളുകൾ ആരാണ്? യസീദാണ്. യസീദ് ബിൻ മുആവിയ. യസീദ് ഏറെ പുണ്യാളനൊന്നുമല്ല. എന്നാലും ഹുസൈൻ റളിയല്ലാഹു തആലൻ്റെ രക്തസാക്ഷിത്വ സമയത്ത് യസീദ് ഒരിക്കലും ഇറാഖിലില്ല, അയാൾ ഷാമിലാണ്. യസീദിൻ്റെ ഗവർണർ ഇബ്നു മർജാന എന്ന ഉബൈദുള്ള ഇബ്നു സിയാദ്, അയാൾ ഗവർണറായിരിക്കുമ്പോഴാണ്, അയാളുടെ ഇമാറത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. നേരിട്ട് പങ്കില്ല എങ്കിലും അയാൾ നിയോഗിച്ച സൈന്യത്തിലെ ചിലരാണ് ഈ കൊലക്ക് കാരണക്കാർ എന്നത് നേരാണ്. പക്ഷേ അവരൊക്കെ ഒന്നാം സ്ഥാനത്ത് പ്രതികളായി വരുന്നില്ല. ഒന്നാം സ്ഥാനത്തെ പ്രതികൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പെരുവഴിയിലാക്കിയ, അദ്ദേഹത്തെ രക്തസാക്ഷിത്വത്തിന് എറിഞ്ഞുകൊടുത്ത ഇറാഖിലെ നബി കുടുംബത്തിൻ്റെ പേരിൽ ഷിയഅത്തു അലി, അലിയാരുടെ കക്ഷിയാണ് ഞങ്ങളെന്ന് പറയുന്ന വിഭാഗം ആളുകൾ, അവരാണ്. പക്ഷേ ഇവിടെ ആരാണ് പ്രതിക്കൂട്ടിൽ പ്രഥമമായി വായിക്കപ്പെടുന്നത്? യഥാർത്ഥ കുറ്റവാളികളല്ല എന്നുള്ളതാണ്. നേരിട്ട്
ഇതിൻ്റെ കുറ്റം അത് ആർക്കാണ്? അവരല്ല എന്നുള്ളതാണ് വസ്തുത. ചരിത്രത്തിൽ പല ക്രൂരതകൾ നമ്മൾ ഷിയാക്കൾ, റാഫിദികൾ അവരിൽ നിന്ന് വായിക്കുന്നുണ്ട്. അട്ടിമറിയുടെ വിഷയത്തിൽ, തിരിമറിയുടെ വിഷയത്തിൽ, കോട്ടിമാട്ടലുകളുടെ വിഷയത്തിൽ, അത് ഈ വ്യാജ ഹദീസ് നിർമ്മാണത്തിൻ്റെ വിഷയത്തിലൊക്കെ പ്രത്യേകിച്ചു പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു മുഴം നീളമുള്ള ഒരു ഹദീസിനെ ഇറാഖിലേക്ക് അയച്ചാൽ പിന്നെ അതൊരു മാറു നീളത്തിലാണ് തിരിച്ചു വരിക. ഇത്ര ഒരു ഹദീസ് കൊടുത്തയച്ചാൽ മതി ഇറാഖിലേക്ക്, തിരിച്ചു വരുമ്പോൾ അതൊരു മാറ് നീളത്തിലായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത്രമേൽ അതിൽ കൂട്ടി എഴുതി അതിൽ വിഷയം വർദ്ധിപ്പിച്ചിട്ടാണ് അത് അവിടുന്ന് വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് എന്നാണ്. ഇറാഖ് എന്ന് പറഞ്ഞെങ്കിൽ പേർഷ്യ, അന്നത്തെ ഫാരീസ്, പേർഷ്യൻ നാടുകൾ, ഇന്നത്തെ ഇറാഖൊക്കെ അന്നത്തെ ഫാരീസിൽപ്പെടും. വ്യാജ ഹദീസുകളുടെ നിർമ്മാണത്തിൽ വമ്പന്മാരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോട് അവർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത കള്ള ഹദീസുകൾ നിർമ്മിക്കുന്ന വിഷയത്തിലായിരുന്നു. ദീനിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തകർക്കാൻ അവർ ചെയ്ത ക്രൂരത. അബ്ദുൽ കരീം ഇബ്നു അബിൽ ഔജ എന്ന റാഫിദിയെ അബ്ബാസി ഖിലാഫത്തിൽ പിടിക്കപ്പെട്ടു. അയാൾ ചെയ്ത കുറ്റത്തിന് തൂക്കുകയർ അയാൾക്ക് വിധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ക്രൂശീകരണം. ശിക്ഷയിലേക്ക് അയാൾ എടുക്കപ്പെടുമ്പോൾ അയാൾ പറഞ്ഞത്, ഇനി ഞാൻ കൊല്ലപ്പെട്ടാലും പ്രശ്നമല്ല, 4000 ഹദീസുകൾ, കള്ള ഹദീസുകൾ, വ്യാജ ഹദീസുകൾ, മൗദൂആത്ത് നിർമ്മിച്ചതിന് ശേഷമാണ് ഞാൻ പോണത്. എന്നാൽ അത്രയും ദീനിൻ്റെ പേരിൽ കളവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജം ഞാൻ ഹദീസായി കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഉമ്മത്ത് പിഴക്കാൻ ധാരാളം ഇത് മതി എന്ന നിർവൃതിയിൽ ഈ കള്ളൻ തൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോയി എന്നുള്ളതാണ് ചരിത്രം. ഈ ഒരു വിഭാഗം ഇങ്ങനെ കുറേ ക്രൂരതകൾ ചരിത്രത്തിൽ ഇസ്ലാമിനോട്, മുസ്ലിമീങ്ങളോട്, സുന്നത്തിനോട്, അഹ്ലു സുന്നയോട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഇവിടെ ഒരു ചരിത്രം ഉദ്ധരിച്ച് ഉണർത്തിയത്. ആദരവുറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രർ, എൻ്റെ റൈഹാനത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കൾക്ക് 2 നേതാക്കൾ, ഒന്ന് ഹസൻ മറ്റൊന്ന് ഹുസൈൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ പുണ്യാളനെ വിളിച്ചു വരുത്തി, ക്ഷണിച്ചു വരുത്തി, മോഹിപ്പിച്ച് കൊണ്ടുവന്ന് പട്ടിണിക്കിട്ട് കൊലക്കെറിഞ്ഞു കൊടുത്തവർ. പക്ഷേ അവർ ഇന്നും നബി കുടുംബത്തിൻ്റെ പേരിൽ ഞങ്ങളാണ് ആ ആളുകൾ എന്ന് പറയുമ്പോൾ പലരും ലോകത്ത് ഇന്നും വിശ്വസിക്കുന്നത് അവരാണ് അവന്മാർ എന്നാണ്. കാരണം ചരിത്രം കൂട്ടിമാട്ടുന്നതിലുള്ള അവരുടെ മിടുക്ക് അത്രമേൽ അംഗീകരിക്കപ്പെടേണ്ടതാണ്. നമ്മളൊക്കെ ചരിത്രം വായിക്കുമ്പോൾ വായിക്കുന്ന ഒരു സംഭവമാണ് അബൂ മൂസൽ അശ്അരി, അംർ ബിൻ ആസ് എന്നിവരെക്കുറിച്ചുള്ള ഒരു മഹാചരിത്രം. പല മുസ്ലിമീങ്ങളും ഇന്നും അതാണ് യഥാർത്ഥ ചരിത്രം എന്നാണ് വിശ്വസിക്കുന്നത്. അബൂ മൂസൽ അശ്അരി എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ചരിത്രം എഴുതിയതനുസരിച്ച് പറയുന്നതാണ്. അതില്ല എങ്കിൽ അബൂ മൂസൽ അശ്അരി അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു ശ്രേഷ്ഠ സഹാബിയാണ്. ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരിൽ ആലി ദാവൂദ്, ദാവൂദ് കുടുംബത്തിന് നൽകപ്പെട്ട സ്വരമാധുര്യം നൽകപ്പെട്ട മഹാനാണ് നിങ്ങൾ എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖത്ത് നോക്കി വിശേഷിപ്പിച്ച മഹാനാണ് അബൂ മൂസൽ അശ്അരി അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് തൻ്റെ പ്രതിനിധിയായി നിയോഗിച്ച മഹാനാണ് അബൂ മൂസൽ അശ്അരി. അദ്ദേഹം ഇവരെഴുതിയ ചരിത്രത്തിൽ പറയപ്പെട്ട പൊട്ടൻ ആയിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് വിടൂല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ അബൂ മൂസൽ അശ്അരി വാലിയാണ്, അമീറാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ബസറയിൽ അബൂ മൂസൽ അശ്അരി ഗവർണറാണ്. അബൂ മൂസ, നിങ്ങൾ ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ആഗ്രഹം ജനിപ്പിക്കൂ, ഇഷ്ടമുണ്ടാക്കൂ എന്നാണ് അദ്ദേഹത്തെ കാണുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. എന്തിനാണ് പറഞ്ഞിരുന്നത്? ഷവ്വിഖിന ഇലല്ലാഹ് യാ അബാ മൂസ എന്ന് പറഞ്ഞിട്ട്, അബൂ മൂസ പടച്ചോനിലേക്ക് ആഗ്രഹം ജനിപ്പിക്കൂ, ഇഷ്ടമുണ്ടാക്കൂ എന്ന് ഉമർ അബൂ മൂസയെ കാണുമ്പോൾ പറയുമായിരുന്നു എന്നാണ് റളിയല്ലാഹു അൻഹുമ. എന്തിനാണ് പറയുന്നത്? എന്താ അതിൻ്റെ താല്പര്യം? പറ. അള്ളാഹുവിലേക്ക് ആഗ്രഹം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാ? നല്ല ശ്രുതി മധുരമായി അദ്ദേഹം ഖുർആൻ ഓതുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അശ്അരികൾ പാർക്കുന്ന പുരയിടങ്ങളിലൂടെ അന്തിക്ക് നടക്കുമായിരുന്നു എന്നാണ്. അവരുടെ ഖുർആൻ ഓത്ത് കേൾക്കാൻ, അവർ രാത്രി ഈണത്തിൽ ഖുർആൻ ഓത്ത് അത് കേൾക്കാൻ. എന്നിട്ട് ഒരു ദിവസം പിറ്റേന്നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മൂസൽ അശ്അരിയെ കണ്ടപ്പോൾ പറയാണ്, ഞാൻ അങ്ങയുടെ ഖുർആൻ പാരായണം ഇന്നലെ രാത്രി കേട്ടു, പാരായണം തീരുവോളം ഞാൻ അതിൻ്റെ ശ്രുതിമാധുര്യം അനുഭവിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ അബൂ മൂസ പറയാണ്, ലൗ അലിംതുഹു ലഹബ്ബർതു ലഹാ തഹ്ബീറ. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളിത് കേൾക്കുന്നു ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അതൊന്നുകൂടി മുഞ്ചുകൂട്ടി പാരായണം ചെയ്യുമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് അബൂ മൂസൽ അശ്അരി എത്ര മഹാനാണ്. ആദരവിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത ജിഹ്വയാൽ വിശേഷിപ്പിക്കപ്പെട്ടത്. വിശ്വസ്തരായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗവർണറാക്കി, സദക്ക പിരിക്കുന്നവനാക്കി ഒക്കെ നിയോഗിച്ചത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, കുതന്ത്രം പ്രയോഗിക്കുന്നവൻ, കുബുദ്ധിക്കാരൻ. ഇതാണ് ഇവരുടെ വായനയിൽ, ചരിത്രത്തിൽ നമ്മൾ വായിച്ചു പോകുന്നത്. താരീഖുൽ ഇസ്ലാം എഴുതപ്പെട്ട പിൽക്കാലക്കാരുടെയൊക്കെ രചനയിൽ ഇത് കാണാൻ സാധിക്കും. അംർ റളിയല്ലാഹു തആല അൻഹു, ശരിയാണ്, അദ്ദേഹം ദുഹാത്തുൽ അറബ്, അറബികളിലെ ദിഷണാശാലിയാണ്, പ്രതിഭയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷർത്ത് വെക്കുന്നുണ്ട്, എനിക്ക് പൊറുക്കപ്പെടണം. കാരണം അദ്ദേഹത്തിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ചില പ്രവൃത്തികൾ, പ്രതിലോമ പ്രവർത്തനങ്ങൾ ഇസ്ലാമിനെതിരിൽ, പ്രത്യേകിച്ച് ഹബഷയിലേക്ക് ഹിജറ പോയ മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ ഹബഷയിൽ ചെന്ന് നജാഷി രാജാവിനോട് അദ്ദേഹം ചില വിഷയങ്ങൾ പറഞ്ഞതൊക്കെ ഏറെ ക്രൂരവും അക്രമവുമാണ് അദ്ദേഹത്തിൻ്റെ ജാഹിലിയത്തിൽ, ഇന്നലകളിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൊറുക്കപ്പെടണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് പറഞ്ഞാണ് കൈ നീട്ടുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ അംർ അമാ അലിംത് അന്നൽ ഇസ്ലാമ യഹ്ദി മിമ്മാ ഖബ്ലഹു. അംർ, നിങ്ങൾക്കറിയില്ലേ ഒരാൾ ഇസ്ലാം ആശ്ലേഷിക്കുന്നതോടുകൂടി അയാളുടെ ഇന്നലകൾ പൊറുക്കപ്പെടുമെന്ന്. വ അന്നൽ ഹിജ്റത തഹ്ദി മിമ്മാ ഖബ്ലഹ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയാണ്. ഞാൻ പറഞ്ഞത് അംർ എത്ര ശ്രേഷ്ഠ സഹാബി, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ കമാൻഡർ ഇൻ ചീഫുമാരിൽ പ്രബലൻ, പ്രമുഖൻ, ഈജിപ്റ്റ്, മിസ്ർ ദേശം എന്നും ഓർക്കുന്ന പേരാണ് അംർ ഇബ്നുൽ ആസ്. കാരണം ഈജിപ്തിൻ്റെ വിജയത്തിൽ അംർ ഇബ്നുൽ ആസിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ സേവനവും ഒരിക്കലും വിസ്മരിക്കപ്പെടാവതല്ല, അത്രമേൽ മഹനീയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അംറിനെയും ഈ അബൂ മൂസൽ അശ്അരിയെയും ചരിത്രം ഒരാളെ പൊട്ടനായി, ഒരാളെ ബുദ്ധിയും കുതന്ത്രവും പയറ്റുന്നവനായിട്ടാണ് പറയുന്നത്. എന്തേ കാര്യം?
ഇസ്ലാമിൻ്റെ ആളുകളായി എന്നും ലോകത്ത് വിലസുന്ന ചില തലയിക്കെട്ടും താടിയും എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അവരാണ് ചരിത്രം എഴുതിയത്. പ്രത്യേകിച്ച് രചനകൾ പിറക്കൊള്ളുന്നത് പിൽക്കാലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ പൂർവികരോടുള്ള ശത്രുത നെഞ്ചേറ്റിയാണ്. അത് അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അവരോട് വരെ ശത്രുത നെഞ്ചേറ്റിയാണ് പലരും പിൽക്കാലത്ത് എഴുതിയത്. ലൂത്ത് ഇബ്നു അബി മഖ്നഫ് അൽ വാഖിദി ഇങ്ങനെ തുടങ്ങുന്ന ചില ചരിത്രകാരന്മാർ അവരെഴുതി ഷിയ പക്ഷപാതികളും ക്രൂരന്മാരായ റാഫിദി ചിന്താഗതിക്കാരനുമാണ് പ്രത്യേകിച്ച് ഈ ലൂത്ത് ബിൻ അബി മഖ്നഫിനെ പോലുള്ളവർ. വിഷയം എന്താ? എങ്ങനെയാണ് അബൂ മൂസ പൊട്ടനായി ചിത്രീകരിക്കപ്പെട്ടത് റളിയല്ലാഹു അൻഹു? അംർ ഇബ്നുൽ ആസ് കുബുദിയും കുതന്ത്രം പ്രയോഗിക്കുന്നവനുമായിട്ട് ചിത്രീകരിക്കപ്പെട്ടത്. ചരിത്രപ്രസിദ്ധമായ തഹ്കീം സംഭവവുമായി ബന്ധപ്പെട്ടാണ്. എന്താ തഹ്കീം? ആരുമായി ബന്ധപ്പെട്ടാണ് തഹ്കീം? ആര് പറയും? തഹ്കീം സിഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. സിഫീൻ യുദ്ധം ഹിജ്റയുടെ 37 മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഒരു മഹാപരീക്ഷണമാണ്. അന്ന് അഹ്ലുൽ ഇറാഖുകാർ അലിയാരോടൊപ്പം, അഹ്ലു ഷാമുകാർ മുആവിയയോടൊപ്പം. ഷാമിലെ ഗവർണറായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് മുതൽ ഉമർ, ഉസ്മാൻ ഇവരുടെയൊക്കെ ഖിലാഫത്തിൽ ഷാമിൽ ഗവർണറാണ് ആര്? മുആവിയ റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്. നബി കുടുംബത്തിൻ്റെ പേരിൽ ഇറാഖുകാർ അന്നേ നല്ല പ്രകടനത്തിലാണ്. അന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായി. ഷാമുകാർ ഒരു ഭാഗത്തും ഇറാഖുകാർ മറുഭാഗത്തും. അത് രക്തസിക്തമായൊരു പോരാട്ടത്തിൽ തുടർന്നപ്പോൾ ഷാമുകാരാണ് മുസ്ഹഫ് ഉയർത്തി കാണിച്ചത്. ലോകർ കാണുന്ന രീതിയിൽ അവർ നിവേദനങ്ങൾ കാണുക, മുസ്ഹഫുകൾ അവർ കുന്തത്തിൽ കുത്തി കാണിച്ചു എന്നാണ്. അങ്ങനെയല്ല, പിന്നെയോ അവർ മുസ്ഹഫുകൾ കാണുന്ന രീതിയിൽ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഖുർആനിലേക്ക് മടങ്ങാം. നമ്മൾ മുസ്ലിമീങ്ങൾ 2 വിഭാഗം ഈ കലഹിക്കുന്നതിൽ, യുദ്ധം ചെയ്യുന്നതിൽ അറുതി വരുത്താൻ നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് മടങ്ങാം. അതിലൂടെ അവർ അറിയിച്ചത് സഹാബികളിൽ പ്രമുഖർ, ബദരീങ്ങൾ ഉൾപ്പെടെ ജീവിക്കുന്നവരുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് കലഹം നിർത്തി സമവായത്തിലെത്താം, ഐക്യത്തിലെത്താം എന്ന രീതിയിൽ അതറിയിച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്തത്. അലി റളിയല്ലാഹു തആല അൻഹു ആദ്യം ഇവർക്ക് ചെവി കൊടുത്തിരുന്നില്ല, അവരെ കൂട്ടാക്കിയിരുന്നില്ല. പക്ഷേ പിന്നീട് പലരും നിർദ്ദേശിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു വഴങ്ങി. രക്തരൂക്ഷിതമായൊരു പോരാട്ടമില്ലാതെ ഒരു സുൽഹിൽ തീരാനാണ് അലി റളിയല്ലാഹു തആല അൻഹു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ചില വിധികർത്താക്കളെ നിശ്ചയിച്ച് വിധി തീർപ്പിൽ പ്രശ്നം
രണ്ടു കൂട്ടരുമുള്ളത്, അഹ്ലുൽ ഇറാഖ്, ഇറാഖുകാരും ഷാമുകാരും. ഈ പ്രശ്നം തീർക്കാം എന്നുള്ളതാണ് തഹ്കീം, അറിയപ്പെട്ട തഹ്കീം അതാണ്. ഇവിടെയാണ് ഈ ഒരു ക്രൂരത, അതിലേക്കാണ് ഞാൻ സൂചന തുടക്കത്തിൽ പറഞ്ഞത്. വിധികർത്താക്കളെ വെച്ചിട്ട് പ്രശ്നം തീർക്കാമെന്നാണല്ലോ. ഷാമുകാർ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടിയിട്ട് അംർ ബിൻ ആസിനെയും റളിയല്ലാഹു അൻഹു, ഇറാഖുകാർ അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അബൂ മുസൽ അശ്അരിയെയും നിശ്ചയിച്ചു എന്നാണ്. ഈ നിശ്ചയിച്ചതും ഇനി പറയാൻ പോകുന്നതും ഒരിക്കലും വസ്തുനിഷ്ഠമായ ഒരു സംഭവമേ അല്ല. ഇതൊരു വ്യാജ വാർത്ത മാത്രമാണ്, കള്ളം മാത്രമാണ്. ഈ വ്യാജവും കള്ളവുമാണ് ഇന്ന് പല മുസ്ലിമീങ്ങളും അവരുടെ ആദർശമായി വിശ്വാസമായിട്ട് കൊണ്ടെടുക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. എന്താ വിഷയം? മുആവിയക്ക് വേണ്ടി റളിയല്ലാഹു അൻഹു അംർ, അലിയാർക്ക് വേണ്ടി അബൂ മുസൽ അശ്അരി, രണ്ടുപേരും തങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ആരെയാണ് അവരെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി മുസ്ലിമീങ്ങൾ പിന്നീട് അവർക്കൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളതാണ് അവരുടെ ഉദ്യമം. അതുകൊണ്ട് തന്നെ അംർ ബിൻ ആസ് നിന്നു, അബൂ മുസൽ അശ്അരി നിന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അബൂ മുസൽ അശ്അരിയെ നിശ്ചയിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നാണ്, അംർ ചതിയനാണ്, ഒരിക്കലും അംറിനെ വിശ്വസിക്കരുത്, അദ്ദേഹം പാലം വലിക്കും എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നൊക്കെയാണ് ആ ചരിത്രത്തിലുള്ളതൊന്നും ശരിയല്ല. ഏതായാലും അംർ റളിയല്ലാഹു അൻഹു നിന്നു, അബൂ മുസൽ അശ്അരിയും നിന്നു. അബൂ മുസൽ അശ്അരി ആദ്യം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഇന്നി അഖ്ലഅതു സാഹിബി മിൻ ഹാദൽ അംർ. ഈ ഭരണ നേതൃത്വത്തിൽ നിന്ന് ഞാൻ എൻ്റെ സാഹിബിനെ ഒഴിവാക്കിയിരിക്കുന്നു, പിൻവലിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തൂക്കിയിരുന്ന വാള് അത് അഴിച്ചുകൊണ്ട് പറഞ്ഞു, കമ ഖലഅതു സൈഫി ഹാദാ അൻ ആതിഖി, എൻ്റെ ചുമലിൽ നിന്ന് ഞാൻ ഈ വാള് ഊരി മാറ്റിയതുപോലെ. ചില നിവേദനങ്ങളിൽ അദ്ദേഹം ധരിച്ച ഖാതം, മോതിരം, അത് ഊരിയിട്ട് ഞാൻ ഈ മോതിരം ഊരിയതുപോലെ ഞാൻ അലിയാരെ ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാണ്. ആര്? അബൂ മുസൽ അശ്അരി. ഇനി എന്ത് വേണം? അംർ ബിൻ ആസ് എന്ത് പറയണം? ഇതേപോലെ മുആവിയയെ പറയണം അല്ലേ? അതാണല്ലോ വേണ്ടത്. പക്ഷേ അംർ ബിൻ ആസ് എന്താ പറഞ്ഞത്? അംർ ബിൻ ആസ് പറഞ്ഞത്, ഇന്ന ഹാദാ ഖലഅ സാഹിബഹു അൻ ഹാദൽ അംരി കമാ സമീഅതും. ഇന്ന ഹാദാ, ഈ വ്യക്തി അഥവാ അബൂ മൂസ, ഖലഅ സാഹിബഹു, അദ്ദേഹത്തിൻ്റെ സാഹിബായ അലീനെ റളിയല്ലാഹു അൻഹു സ്ഥാനഭ്രഷ്ടനാക്കിയിരിക്കുന്നു ഭരണത്തിൽ നിന്ന്. വഅന അസ്ബത്തു സാഹിബി അലാ ഹാദൽ അംർ കമാ അസ്ബത്തു ഹാദ സൈഫ് അലാ ആതിഖി ഫതഖല്ലദ സൈഫഹു എന്നാണ്. അംർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സാഹിബിനെ അലീനെ സ്ഥാനഭ്രഷ്ടനാക്കി, കമാ സമീഅതും, അത് നിങ്ങളൊക്കെ കേട്ടു. പക്ഷെ ഞാൻ എൻ്റെ സാഹിബിനെ അഥവാ മുആവിയെ റളിയല്ലാഹു അൻഹു ഈ സ്ഥാനത്ത് ഉറപ്പിക്കുന്നു, ഞാൻ എൻ്റെ വാൾ എൻ്റെ മുതുകിൽ ഉറപ്പിച്ചതുപോലെ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാള് അദ്ദേഹത്തിൻ്റെ മുതുകിൽ ചേർത്തു ഉറപ്പിച്ചു എന്നാണ്. ചില നിവേദനങ്ങളിൽ കമ ലബിസ്തു ഖാതമി ഹാദ എന്നൊക്കെ കാണാം. എന്തായാലും ഇതാണ് ആ ചരിത്രം. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിനെ തുടർന്ന് ചരിത്രം വിധിച്ചത് മഹാനായ സഹാബി അബൂ മുസൽ അശ്അരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേറെ വാഴ്ത്തി പുകഴ്ത്തി വിശ്വസിച്ച ഈ മഹാസഹാബിയെ ഒരു ഗാഫിൽ, അശ്രദ്ധൻ, പൊട്ടൻ എന്നാണ്.
അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഈ ചരിത്രത്തിൻ്റെ പേരിൽ ചരിത്രം എന്നേക്കുമായി വിശേഷിപ്പിച്ചത് കുബുദ്ധിക്കാരൻ, കുതന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നാണ്. പക്ഷേ ഈ ചരിത്രം ഇത് മുച്ചൂടും വ്യാജമാണ്, കളവാണ്. ലൂത്ത് ഇബ്നു അബി യഹ്യ അല്ലെങ്കിൽ ലൂത്ത് ഇബ്നു അബി മഖ്നഫ് എന്ന ഷിഈ റാഫിദി കള്ളറാവിയാണ് ഈ വ്യാജം. അൽ വാഖിദിയെ പോലുള്ള വ്യാജന്മാരാണ് ഈ ഒരു റിപ്പോർട്ട് കെട്ടിയുണ്ടാക്കിയത്. അതാണ് പല മുസ്ലിമീങ്ങളും അവരുടെ രചനകളിൽ കോർത്തത്. അതാണ് പലരും പിൽക്കാലങ്ങളിൽ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് താരീഖുൽ ഇസ്ലാം, ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ഈ ചരിത്രമാണ് വായിച്ചിരുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതാരുണ്ടാക്കി, ആര് പരത്തി? ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി രചന നടത്തി വിഷയങ്ങൾ അവതരിപ്പിച്ച് അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന കള്ളന്മാർ അവരാണ് റാഫിദികൾ. അവർ അതിൽ നന്നായി വിജയിക്കും എന്നുള്ളതാണ് ചരിത്രം. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രയായാലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദായി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അതിനാൽ കരഞ്ഞ ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ തകർന്നു പോകും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാഴ്ച പോയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന നാളുകളിൽ അദ്ദേഹത്തിന് കാഴ്ചയല്ല, തായിഫിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കണ്ണുകൾക്കും കാഴ്ച പോയിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വധിക്കപ്പെട്ടതിൻ്റെ ആ ഒരു പ്രത്യാഘാതമേറ്റ് അവർക്കുണ്ടായ വിഷമത്താൽ മുഹമ്മദ് ബിനുൽ ഹനഫിയ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു പുത്രൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹയിലല്ല, ഫാത്തിമയുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു തആല അൻഹു ബനു ഹനീഫയിൽ നിന്ന് ഖൗല എന്ന് പറയുന്ന ഒരു മഹദിയെ കല്യാണം കഴിച്ചിരുന്നു, ഖൗല അൽ ഹനഫിയ. അതുകൊണ്ടാണ് അദ്ദേഹം മുഹമ്മദ് ബിനുൽ ഹനഫിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അർദ്ധ സഹോദരൻ. അദ്ദേഹം ഹുസൈൻ കർബലയിൽ വധിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ഇത്ര പ്രോജ്വലനായ മഹാനാണ്, താബിഈങ്ങളിൽ വിശ്രുതനാണ് മുഹമ്മദ് ബിൻ ഹനഫി. അദ്ദേഹം പിന്നീട് ഒരിക്കലും രംഗപ്രവേശനം ചെയ്തിട്ടേ ഇല്ല എന്നാണ്. അത്രമേൽ അവർക്കൊക്കെ വേദനയുണ്ടാക്കിയ വിഷയമാണ് കർബല. ഇതൊക്കെയും ആരുടെ സംഭാവനയാണ്, ആരുടെ സമ്മാനമാണ്? പക്ഷേ എന്നിട്ടും ഇത്തരം ആളുകളെ ലോകം ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമത്തിൻ്റെയും വേദനയുടെയും ദിനങ്ങൾ അത് 360 വർഷം തിരുവിയോഗ ശേഷം, അല്ലെങ്കിൽ 350 വർഷം തിരുവിയോഗ ശേഷം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിനങ്ങളാണ്. റബീഉൽ അവ്വലിൻ്റെ 12, 13, 14 ദിവസങ്ങളാണ്. അന്ന് തിരുദൂതർ വഫാത്തായ ദിനം അബൂ ദുഐബുൽ ഹുദലി എന്ന് പറയുന്ന ഒരു കവി മദീനയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം ആകസ്മികമായി മദീനയിലെത്തിയതാണ്. പക്ഷെ അദ്ദേഹം മദീനയിൽ കേൾക്കുന്നത് മുസ്ലിമീങ്ങളിൽ മദീനക്കാരുടെ കരച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യഭാഷയിൽ അദ്ദേഹം പറയുന്നത് വജീജുൻ ക വജീജിൽ ഹജീജ് എന്നാണ്. ഹാജിമാർ ഒച്ച വെച്ചാൽ എങ്ങനെ തെൽബിയത്തിനാൽ അതുപോലുള്ള ഒരു വേദനയുടെ കരച്ചിൽ ഞാൻ കേട്ടു എന്നാണ്. റബീഉൽ അവ്വൽ 12 അദ്ദേഹം ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അപ്പോൾ അദ്ദേഹത്തോട് പ്രതികരിച്ചത് മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിരിക്കുന്നു എന്നാണ്. റബീഉൽ അവ്വൽ 12, 13, 14 ദിവസങ്ങൾ വിശുദ്ധ മദീനയിൽ വീടുകളിൽ വിളക്ക് കത്താത്ത, അടുപ്പുകളിൽ തീ പുകയാത്ത,
നാളുകളെയാണ് നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി വിയോഗത്തിൻ്റെ വേർപാടിൻ്റെ നാളുകളാണവ. അന്നേ ദിവസത്തിൻ്റെ പ്രഭാതോദയം മുതൽ പൂർവാഹനം പിന്നിടുന്ന സമയം വരേക്കുള്ള ചരിത്രം മാത്രം മതി ഒരു മുസ്ലിം നന്നാവാൻ വേണ്ട വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശയ്യാവലംബിയായി രോഗഗ്രസ്തനായി ആ തിങ്കളാഴ്ച ദിവസം പൂർവാഹനം പിന്നിടുമ്പോഴത്തേക്ക് അവിടുത്തെ ഹുജറയിൽ നടന്ന സംഭവങ്ങൾ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്തു, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്തു, അങ്ങനെ മറ്റു പലരും നിവേദനം ചെയ്തു. പിന്നെ തിരുവിയോഗശേഷം ഉമറിൻ്റെ നിലപാടുകൾ. അബൂബക്കർ റളിയല്ലാഹു സ്ഥലത്തുണ്ടായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു മദീനയിൽ തന്നെ അൽ ആലിയയിൽ സുൻഹ് എന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്ന ആ രംഗം കണ്ട് അദ്ദേഹം വാ ഹബീബ, വാ സഫിയ, വാ ഖലീല എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണച്ചുപൂട്ടി ആലിംഗനം ചെയ്ത് പിന്നെ തിരുവിയോഗ വാർത്ത വന്ന് ആളുകളോട് പറഞ്ഞപ്പോൾ മദീനയിലുണ്ടായിരുന്ന ആ വികാര പ്രകടനത്തിൻ്റെയൊക്കെ ദിവസം 350 വർഷം മുസ്ലിമീങ്ങൾക്ക് ഈ നാളുകൾ അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്ര പിരിഞ്ഞ ദിനങ്ങൾ അത് അനസ് റളിയല്ലാഹു തആല അൻഹു എന്നേക്കും മുസ്ലിമീങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞിട്ടു. മദീനയുടെ ചരിത്രത്തിൽ മദീന വർണ്ണാഭമായി സന്തോഷ പുളകിതമായി കഴിഞ്ഞ ദിനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന നാളുകളായിരുന്നു. മദീന കരഞ്ഞ, മദീന തേങ്ങിയ, മദീന സന്താപത്തിൽ മൂകമായ നാളുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായ ദിനരാത്രങ്ങളായിരുന്നു. ഇത് അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആ ഓർമ്മയിലായിരുന്നു മുസ്ലിം ലോകം. പക്ഷേ ഈ നാളുകളെ 350 വർഷത്തിനിപ്പുറം മുസ്ലിമീങ്ങളിൽ പലർക്കും ഏറ്റവും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ദിവസമാക്കിയിട്ട് ആരാണ് പരിണമിപ്പിച്ചത്? ആരാണ് നൽകിയത്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. തിരുദൂതരുടെ ജന്മദിനം അത് റബീഉൽ അവ്വൽ 12 എന്നത് തീർത്തും സ്ഥിരീകരിക്കപ്പെട്ടില്ല. ഒന്നുകിൽ റബീഉൽ അവ്വൽ 9 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ തന്നെ മറ്റേതോ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസം. വേറെ ദിവസങ്ങളിലാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തിരുവിയോഗം, തിരുദൂതരുടെ വഫാത്ത് അത് റബീഉൽ അവ്വൽ 12 എന്നുള്ളതാണ് പല പണ്ഡിതന്മാരുടെയും നിരീക്ഷണവും പഠനവും പ്രബലവുമായിട്ടുള്ള അഭിപ്രായം. ഈ ദിവസത്തെ തന്നെ ഈ വിധം ഒരു ആഘോഷത്തിൻ്റെ ദിവസമാക്കിയിട്ട് മുസ്ലിമീങ്ങൾക്ക് നൽകുക എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രൂരത അതാര് ചെയ്യും? അത് ചെയ്യാൻ മനക്കട്ടിയുള്ള ഒരു വിഭാഗമേ ലോകത്തുള്ളൂ. അവർ നമ്മൾ ഈ ഉദാഹരിച്ച ആളുകളാണ്. നബി കുടുംബത്തിൻ്റെ മേൽക്കുപ്പായമിട്ട് ഒരു വിഭാഗം ആളുകൾ മുസ്ലിം നാടുകളിലേക്ക് കടന്നു വന്നു. അവരുടെ അസിൽ മജൂസി മതമാണ്, പേർഷ്യൻ മതമായ മജൂസി. അവർ ജൂതമതത്തിൽ വശീകൃതരായിരുന്നു, ആകൃഷ്ടരായിരുന്നു. ജൂതർക്ക് വേണ്ടി ഈ മജൂസികൾ തങ്ങൾ ഉബൈദികൾ എന്ന പേരിൽ, പിന്നെ ഫാത്തിമികൾ എന്ന പേരിൽ വരികയുണ്ടായത്. തുനീഷ്യയിൽ അവർക്ക് ജന്മമുണ്ടായി. ഹിജറയുടെ
362 അവർ മിസ്രിൽ വന്ന് അവിടുത്തെ അധികാരികളായി. അവരാണ് ഉബൈദികൾ, ഫാത്തിമികൾ. ഫാത്തിമികൾ എന്നവർ തങ്ങൾക്ക് പേരിട്ടത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിലേക്ക് തങ്ങളെ വ്യാജമായി ചേർത്തുകൊണ്ടാണ്. നബി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഭാഗമാണ് ഈ ഉബൈദികൾ, ഫാത്തിമികൾ. 362 4-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ അവർക്ക് അധികാരം കിട്ടി. പിന്നീട് ഈ ഉബൈദികൾ അവർ വിഗണിക്കപ്പെട്ടവരായിരുന്നു, അസ്വീകാര്യരായിരുന്നു. പക്ഷെ 5 മൗലിദുകൾ അവർ അന്നത്തെ ആളുകൾക്ക് സമ്മാനിച്ചു. ഒന്ന് അൽ മൗലിദുൻ നബവി, മീലാദുൻ നബി. മറ്റൊന്ന് മൗലിദ് ഫാത്തിമ, മൗലിദ് അലി, മൗലിദുൽ ഹസൻ, മൗലിദുൽ ഹുസൈൻ. ഈ 5 മൗലിദുകൾ അവർ വർണ്ണാഭമായി സുഭിക്ഷമായി ആഘോഷിക്കുന്നവരായപ്പോൾ ഇവരാണ് ഇസ്ലാമിൻ്റെ വാക്താക്കൾ, ഇവരാണ് നബി കുടുംബത്തോട് പ്രിയമുള്ളവർ എന്ന നിലക്ക് അവർ സാധാരണ ജനങ്ങളിൽ സ്വീകാര്യരായി. സാധാരണക്കാരെ തങ്ങളുടെ വഴിയിലേക്കാക്കാൻ, പോക്കറ്റിലേക്കാക്കാൻ ഏറ്റവും തരപ്പെട്ടത് ഇതൊക്കെയാണ്. നന്നായി വായിച്ച ഈ ജൂത സൃഷ്ടികൾ നബി കുടുംബത്തിൻ്റെ പേരിൽ അവർ പിന്നീട് പാമരരെ വഞ്ചിച്ച് ഇതുപോലത്തതായ ചില പ്രകടനങ്ങൾ പയറ്റി അവർ മിസ്രിൽ തുടങ്ങി പിന്നീട് ഇസ്ലാമിക നാടുകളിൽ വ്യാപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവരുടെ തനി നിറം പുറമേക്ക് പിന്നീട് വരികയുണ്ടായി. ഇമാം അബൂ ഷാമ, ഇമാം ദഹബി, അൽ ഹാഫിദ് ഇബ്നു കസീർ അവരെക്കുറിച്ച് എഴുതിയ കാര്യങ്ങൾ നമ്മൾ വായിച്ചാൽ, അതേപോലെ അൽ ഖുത്തത്ത് എന്ന് പറയുന്ന ഇമാം അൽ മിഖ്രീസിയുടെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വരികൾ വായിക്കുമ്പോഴും ഈ വിഭാഗത്തെ നാറി മണക്കും വിധം ഇവർ വികൃതവും പാപികളുമാണ് എന്നുള്ളതാണ് വസ്തുത. ഇവരെക്കുറിച്ച് ഇമാം ദഹബി എഴുതിയതോ അല്ലെങ്കിൽ മിക്രീസ് തന്നെ എഴുതിയതോ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ മീലാദുൻ നബവിയുടെയും മറ്റുമൊക്കെ തുടക്കക്കാർ ഇവരാണല്ലോ എന്ന് അറിഞ്ഞ് ലജ്ജിച്ച് തല താഴ്ത്തി പോകും ഒരു സാമാന്യ മുസ്ലിം. പക്ഷേ പലപ്പോഴും പൂച്ച പാല് കുടിക്കുന്നത് പോലെ കണ്ണു ചിമ്മി ഇത്തരം വിഷയങ്ങൾ അനുഷ്ഠിക്കാനും ആഘോഷിക്കാനുമാണ് പലർക്കും താല്പര്യം. അന്ന് ഈ ഉബൈദികൾ 362 തുടങ്ങിയ അവർ ഇതുപോലത്തെ പ്രകടനങ്ങൾ നടത്തി സാധാരണക്കാരെ വശീകരിച്ചു. പക്ഷേ അവർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയല്ല അധികാരത്തിൽ കൊണ്ടിടപ്പെട്ടത്. അവരെ സൃഷ്ടിച്ച ജൂതരുണ്ട്, അവർക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ക്രമേണ വിഗണിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. വിമതസ്ഥർ അവർക്ക് അധികാരങ്ങളിൽ ഇടം നൽകപ്പെടുന്ന അവസ്ഥയുണ്ടായി. സുന്നത്ത് അനുഷ്ഠിക്കുന്നത്, അഭ്യസിക്കുന്നത് അതൊക്കെ അവർ നിരുത്സാഹപ്പെടുത്തുകയും അതിൽ അക്രമം അതൊക്കെ അവരിൽ നിന്നുണ്ടായി. സഹാബികളുടെ പേരിൽ ശാപപ്രാർത്ഥന മിമ്പറുകളിൽ വരെ. അള്ളാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു ഗാംഭീര്യം കാണാത്ത ആളുകൾ ഉബൈദി ഭരണാധികാരിയുടെ പേര് പറയുമ്പോൾ ഇരിക്കുന്നവൻ എഴുന്നേറ്റ് നിൽക്കുന്ന ദുരവസ്ഥ. പലപ്പോഴും ഉബൈദി ഭരണാധികാരിയുടെ പേര് പറയുമ്പോൾ നിന്നിടത്ത് നിന്ന് പ്രണമിക്കുന്ന, സുജൂദ് ചെയ്യുന്ന അവസ്ഥ വരെ അവർ ആളുകളിൽ വളർത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അന്ന് ഹിജ്റയുടെ 402 വിശുദ്ധ മക്കയിൽ പണ്ഡിതന്മാർ ഒരു യോഗം വിളിച്ചു. മുസ്ലിം ലോകം, അതിൽ ഹദീസ് പണ്ഡിതന്മാർ,
മുഹദ്ദിസുകൾ, ഫുഖഹ, ഫഖീഹന്മാർ, ഖുളാത്ത്, ഖാദിമാർ, പിന്നെ നബി കുടുംബത്തിലെ അസിൽ ഒറിജിനൽ ഇവിടെയുണ്ട്. പക്ഷേ വ്യാജം അത് കമ്പോളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ നിഷ്പ്രഭാകും, പിന്നെ വ്യാജനായിരിക്കും പ്രചാരം. ആ ദുരവസ്ഥ വന്നപ്പോൾ ഇവിടെ നബി കുടുംബം അസിൽ ഇവിടെ ഉണ്ട്, പക്ഷെ അവർ വിഗണിക്കപ്പെട്ടു. ഈ നബി കുടുംബത്തിലെ മെമ്പർമാരും ഇപ്പറയപ്പെട്ട ഖാദിമാരും ഫുഖഹാക്കളും അതേപോലെ മുഹദ്ദിസുകളും. ഫുഖഹാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ മദ്ഹബിലെയും ഫുഖഹാക്കൾ. അന്ന് മക്കയിൽ ഒരു സമ്മേളനം പിടിച്ചു, ഒരു മഹ്ബർ. ആ സമ്മേളനത്തിൽ ഇസ്ലാമിക ലോകത്തെ പ്രാമാണികർ ഈ വിഭാഗം ആളുകളെക്കുറിച്ച് വിധി പ്രഖ്യാപിച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ കുഫാറുൻ, ഫുസാഖുൻ, ഇങ്ങനെ തുടങ്ങിയാണ് ഈ വിഭാഗത്തെ ഉബൈദികളെക്കുറിച്ച് അന്ന് പണ്ഡിത ലോകം വിരിച്ചത്. കുഫർ, ഫിസ്ഖ്, ഇതിൻ്റെ ആളുകൾ, നിഷിദ്ധങ്ങൾ അനുവദിച്ചവർ, തരവഴിക്കാർ, അള്ളാഹു അനുവദിച്ചതിനെ ഹറാമാക്കിയതിനെ അനുവദിച്ച് ക്രൂരതകൾ ചെയ്തത് ഇവർ എന്ന് തുടങ്ങി നബിമാരെ ചീത്ത വിളിക്കുന്നവർ, സച്ചരിതരെ അസഭ്യം പറയുന്നവർ എന്ന് തുടങ്ങി ഈ ഒരു വിഭാഗം ആരാണെന്ന് പിൽക്കാലത്തും അന്ന് നിലവിലുള്ളവരുമായ ആളുകളെല്ലാം ബോധവൽക്കരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അന്ന് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ കക്ഷിഭേദമന്യേ കൂടി ഇവർക്കെതിരെയുള്ള മഹ്ബർ തയ്യാറാക്കിയിട്ട് അത് പ്രഖ്യാപിക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ അപ്പോഴത്തേക്ക് ഈ വിഭാഗം ആളുകൾ അവർ ലോകരെ കയ്യിലെടുത്തിരുന്നു. കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രയോഗിച്ച ആയുധങ്ങൾ അത് നന്നായി ഏശിയിരുന്നു. ഇതുപോലത്തെ 3-4 മൗലിദുകൾ മതി ആളുകളെ വശീകരിക്കാൻ എന്നത് അവർ വായിച്ച് അതവർ പ്രയോഗിച്ചു. ഇബ്നുൽ ജൗസിയുടെ അൽ മുൻതദം എന്ന് പറയുന്ന കിതാബ്, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ അൽ ഖുതത്ത് എന്ന് പറയുന്ന മിക്രീസിയുടെ കിതാബ്, ഇമാം അൽ ഹാഫിദ് ദഹബിയുടെ സിയർ ആലാമുൻ നുബല, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ താരീഖ്, ഇതൊക്കെ നമ്മൾ ഈ ഉബൈദികളുടെ ചരിത്രം മാത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ആഘോഷത്തിൻ്റെ വാക്താക്കൾ അവരൊരിക്കലും ഇതിനൊരുമ്പെടുകയില്ല എന്നുള്ളത് തീർത്തു പറയാനാകും. യഥാവിധം അവർ കക്ഷിത്വവും പക്ഷപാതിത്വവും ഇല്ലാതെ ചരിത്രം വായിക്കുകയാണ് എങ്കിൽ. നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു അവസ്ഥ ഈ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചരിത്രത്തിൽ കാണിച്ച വലിയ കൊടിയ ക്രൂരതയാണ്. ഞാൻ ചിലത് മാത്രമാണ് എന്നോട് ഉദ്ധരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം ഇവിടെ തിരുനബി അന്ന് പറഞ്ഞതുപോലെ ഖിലാഫത്തുൻ നുബുവ 30 സന സുമ്മ യുഅ്തില്ലാഹു മുൽക്കഹു ലിമൻ യശാ. നുബുവത്തിനെ തുടർന്ന് ഖിലാഫത്ത് 30 വർഷമായിരിക്കും. 30 സന സുമ്മ യുഅ്തില്ലാഹു മുൽക്കഹു, പിന്നീട് രാജഭരണമായിരിക്കും. ആ രാജഭരണം അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അന്ന് ഖിലാഫത്ത് വന്നു. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ആ ഖിലാഫത്ത് നുബുവത്തിൽ ഖലീഫന്മാരായിരുന്നു. 6 മാസക്കാലം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ ആ 30 പൂർത്തീകരിക്കാൻ ഇവിടെ ഉണ്ടായി. പിന്നീട് മുലൂക്കിയത്ത്, രാജഭരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ആ രാജഭരണം കൊണ്ടുവന്നു. അത് ആദ്യത്തെ രാജാവായി മുആവിയ റളിയല്ലാഹു തആല അൻഹു അവരോധിതനായി. പിന്നീട് മുആവിയ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണശേഷം ഉമവി ഭരണകൂടം നിലവിൽ വന്നു. ഹിജ്റയുടെ 41 തുടങ്ങി ഉമവി ഭരണകൂടം ഹിജ്റയുടെ 132 വരെ, ഹിജ്റയുടെ 132 വരെ ഒന്നാം ഖലീഫ
അല്ലെങ്കിൽ ഒന്നാം രാജാവ് മുആവിയ റളിയല്ലാഹു തആല അൻഹു, പിന്നെ മുആവിയ റളിയല്ലാഹുവിൻ്റെ മകൻ യസീദ്, പിന്നെ മുആവിയ സാനി, പിന്നെ മർവാൻ ഇബ്നുൽ ഹക്കം, പിന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, ഇങ്ങനെ തുടങ്ങി ഉമവി ഭരണകൂടം. 132 അവസാനത്തെ അമവി ഭരണാധികാരി മുഹമ്മദ് ഇബ്നു മർവാൻ, അദ്ദേഹത്തിൽ ഉമവി ഭരണകൂടം അവസാനിച്ചു. പിന്നീട് അബ്ബാസി ഖിലാഫത്ത് വന്നു. 132 മുതൽ 656 വരെ 520 ചില്ലാനം വർഷം ഇവിടെ അബ്ബാസികളുടെ ഭരണമായിരുന്നു. അബുൽ അബ്ബാസ് സഫാഹിൽ തുടങ്ങി പിന്നീട് അബ്ബാസികളുടെ 1ഉം 2ഉം ഭരണകാലഘട്ടം. 652 മംലൂക്കുകളുടെ ഭരണകാലം വന്നു. മംലൂക്കുകൾക്കപ്പുറം പിന്നീട് ഉസ്മാനി ഖിലാഫത്ത് വന്നു, ഒട്ടോമിയൻ തുർക്കികൾ എന്ന് പറയുന്നവരുടെ ഖിലാഫത്ത്. 1924 ഒന്നാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ഖിലാഫത്ത് അവസാനിപ്പിച്ച് ഉസ്മാനി ഖലീഫ പിന്നീട് തങ്ങളുടെ ഭരണം ഖിലാഫത്ത് അവസാനിപ്പിച്ച് അതൊരു മതേതരത്തെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഭരണമായിട്ട് പ്രഖ്യാപിച്ച് അതിനുശേഷമുള്ള തുർക്കിയുടെ ഭരണം ഇന്ന് തുടരുന്നു. ഏതായാലും 924 ഖിലാഫത്ത് അവസാനിക്കുകയുണ്ടായി. 20 ചില്ലാനം വർഷങ്ങൾ ഉസ്മാനികൾ ഭരിച്ചു. ഈ ഭരണനാളുകളിൽ അൽഹംദുലില്ലാഹ് പ്രശോഭിതമായി അനുഗ്രഹീതമായി ഭരണം നടത്തിയ മഹാന്മാരുണ്ട്. ഖുലഫാ റാഷിദീങ്ങളുടെ ഭരണകാലം 30 വർഷമാണെങ്കിൽ ആ 30 വർഷത്തിൽ ഇസ്ലാമിനുണ്ടായ ജയം അത് പറഞ്ഞു തീർക്കാനാവാത്ത. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ 2 വർഷവും ഏതാനും മാസവുമാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത്. ആ 2 വർഷത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്ത സേവനങ്ങൾ ഒരു ഉമ്മത്തിന് പതിറ്റാണ്ടുകൾ ഭരിച്ചാൽ ചെയ്യാനാവുന്നതിനേക്കാൾ മഹനീയമായ ചരിത്രമാണ്, മഹനീയമായ സംഭാവനകളാണ്, ധർമ്മങ്ങളാണ്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹുമ, ശരിയാണ്, ചില ആഭ്യന്തര പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാമിക മുന്നേറ്റം നടക്കുമ്പോഴൊക്കെയും ഇടയിൽ കാലുവാരാനും തള്ളിയിടാനും ആളുകളുണ്ട്. പക്ഷേ എന്നാലും ഇസ്ലാമിൻ്റെ വിജയം, അതിൻ്റെ എത്രയെത്ര ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നു. അമവികളുടെ ഭരണകാലത്ത് അൽ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്നവർ ഭരണം നടത്തുമ്പോഴത്തേക്ക് 8-ാം നൂറ്റാണ്ടാണ്, AD 8-ാം നൂറ്റാണ്ടാണ്. അന്ന് ഒരു കവി പറയുന്നുണ്ട്, ലൗ ഖബ്ബറത് അലാ സൂരി സീനി മിഅ്ദനതുൻ സമിഅ്തു ഫിൽ ഗർബി തഹ്ലീൽ അൽ മുസല്ലീന എന്നാണ്. ലൗ ഖബ്ബറത് അലാ സൂരി സീനി മിഅ്ദനതുൻ, ചൈനയുടെ വൻമതിലിൽ ഒരു മിഅ്ദനത്ത് ബാങ്ക് വിളി മുടക്കിയാൽ സമിഅ്തു ഫിൽ ഗർബി തഹ്ലീൽ അൽ മുസല്ലീന, പടിഞ്ഞാറ് ആ ബാങ്ക് വിളി കേട്ട് നിസ്കരിക്കുന്ന ജനവിഭാഗം. അന്ന് ചൈനയുടെ വൻമതിൽ ഇസ്ലാമിൻ്റെ ഒരു അതിർത്തിയാണ് എങ്കിൽ സ്പെയിൻ ഇസ്ലാമിൻ്റെ പശ്ചിമ അതിർത്തിയായിരുന്നു. അന്നൊരു കവി തൻ്റെ വികാരം പറയുന്നത്, അൽ മിസ്റു റൈഹാനത്തി വശാമു നർജിസതി വഫിൽ ജസീറത്തി താരീഖി വഉൻവാനി അറാ ബുഖാറ ബിലാദി വഹിയ നാഇയത്തുൻ വഅസ്തരീഹു ഇലാ ദിക്റാ ഖുറാസാനി ഫഅയ്നമാ ദുകിറ സ്മുല്ലാഹി ഫീ ബലദിൻ അദത്തു ദാകൽ ഹിമാ മിൻ സുൽബി ഔതാനി ശരീഅത്തുല്ലാഹി ലമ്മ ഇഷ്തമലത് വബനത് ലനാ മആലിമ ഇഹ്സാനിൻ വ ഈമാനി എന്നാണ്. എന്താ? അൽ മിസ്റു റൈഹാനത്തി, മിസ്ർ എൻ്റെ റൈഹാനയാണ്, ഒരുതരം സുഗന്ധം. വശാമു നർജിസത്തി,
റൈഹാന ഒരു തരം സുഗന്ധം പൊഴിക്കുന്ന ചെടി അല്ലെങ്കിൽ പൂവ്, അതാണ് അൽ മിസ്ർ. വശാമു നെർജീസത്തി, ഷാമിൻ്റെ നെർജീസത്താണ്. നെർജീസ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ മറ്റൊരു ചെടി, പൂവ്. വഫിൽ ജസീറത്തി താരീഖി വ ഉൻവാനി, എൻ്റെ അഡ്രസ്സും ചരിത്രവും ഒക്കെ ജസീറയിലാണ്, അറേബ്യൻ ഉപദ്വീപിലാണ്. അറ ബുഖാറ ബിലാദി വഹിയനായിയത്തുൻ, ബുഖാറ വളരെ ദൂരത്താണ്, പക്ഷെ അതെൻ്റെ നാടായിട്ടാണ് ഞാൻ കാണുന്നത്. വ അസ്തരിഹു ഇലാ ദിക്റ ഖുറാസാനി, ഖുറാസാൻ കേൾക്കുമ്പോൾ എനിക്ക് വലിയ ആശ്വാസമാണ്. ഇതൊക്കെ അന്നാളുകളിലെ ഇസ്ലാമിൻ്റെ വ്യാപനം, ജനഹൃദയങ്ങളെ കീഴടക്കി ഇസ്ലാം എവിടങ്ങളിലൊക്കെ എത്തി എന്നത് ഒരു കവി അനുസ്മരിക്കുകയാണ്. ഫഅൈനമാ ദുകിറ റസ്മുല്ലാഹി ഫീ ബലദിൻ അദത്തു ദാകൽ ഹിമാ മിൻ സുൽബി ഔതാനി എന്നാണ്. ശരീഅത്തുല്ലാഹ് ലമ്മത് ശംലനാ വബനത് ലനാ മആലിമ ഇഹ്സാനി വ ഈമാനി. അള്ളാഹുവിൻ്റെ ശരീഅത്ത് അത് നമ്മളുടെ ചൈതന്യത്തെ ഇണക്കി നമുക്ക് ഈമാൻ്റെയും ഇഹ്സാൻ്റെയും പാഠങ്ങൾ നിർമ്മിച്ചു. അതിനാലൊക്കെയാണ് ഇത് എന്നൊക്കെയാണ് പിന്നെ കവി പറയുന്നത്. എന്തായാലും ഈ നീണ്ട ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൽ സ്തുത്യർഹമായ സേവനങ്ങളും നല്ല അധ്വാനങ്ങളും വിനിയോഗിച്ചവരുടെ ഒരു നീണ്ട നിരയും വലിയ ചരിത്രവും നമുക്ക് വായിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, അതിൻ്റെ ഒക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓരോ ഭരണാധികാരികളെ വെച്ച് പറയുകയാണെങ്കിൽ അത് ഒരു നീണ്ട വിഷയമാണ്. പക്ഷേ ഒപ്പം മറ്റൊരു കവി പറഞ്ഞതുപോലെ ഇങ്ങനെ നോവേറ്റുന്ന ചില വിഷയങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, കർബലയും തഹ്കീമും അതേപോലെ തന്നെ ഈ ഉബൈദികളുടെ ഭരണവും ഒക്കെ നമ്മൾ ഉദാഹരിച്ചില്ലേ. അതാണ് കവി പറയുന്നത്. അന്നത്തജഹ്ന ഇലാൽ ഇസ്ലാമി ഫി ബലദിൻ തജിദുഹു കത്തൈരി മഖ്സൂസൻ ജനാഹാഹു ഇന്നി തദക്കർതു വദ്ദിക്റ മുഅർരിഖത്തുൻ മജ്ദൻ തലീദൻ ബിഐദീന അദഅനാഹു കം സർറഫത്നാ യദുൻ കുന്നാ നുസർരിഫുഹാ വബാത യംലികുനാ ശഅബുൻ മലക്നാഹു. എന്താ പറയുന്നത്? അന്നത്തജഹ്ന ഇലൽ ഇസ്ലാമി ഫി ബലദിൻ, നമ്മൾ ഇസ്ലാമിനെ അന്വേഷിച്ച് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഇന്ന് തിരിഞ്ഞാൽ തെജിദുഹു, ഇസ്ലാമിനെ ആ നാട്ടിൽ കാണുന്നത് മഖ്സൂസൻ ജനാഹാഹു എന്നാണ്, രണ്ട് ചിറകുകൾ വെട്ടിമാറ്റിയ ഒരു പക്ഷിയെ പോലെ. ഒരു പക്ഷിയുടെ ഇരു ചിറകുകൾ വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ പക്ഷിയുടെ അവസ്ഥ? അതുപോലെയാണ് പല നാടുകളിലും ഇസ്ലാമിൻ്റെ അവസ്ഥ എന്നാണ്. ഇന്നി തദക്കർതു വദ്ദിക്റ മുഅർരിഖത്തുൻ, ഞാൻ ആലോചിക്കുകയാണ്, ആലോചന, ഞാൻ ചിന്തിക്കുകയാണ്. ചിന്ത എന്ന് പറഞ്ഞാൽ നോവേറ്റുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. കാരണം എന്താ? മജ്ദൻ തലീദൻ ബി ഐദീന അദഅനാഹു, നമ്മൾ പടുത്തുയർത്തിയ ഔന്നത്യം, ഉന്നതി, അതിനെ നാം തന്നെ കൈമോശം വരുത്തിയ ഒരു ദുരവസ്ഥയാണ് കാണുന്നത് എന്നതാണ്. കം സർറഫത്നാ യദുൻ കുന്നാ നുസർരിഫുഹ, നമ്മൾ എത്ര കൈകാര്യകർത്തൃത്വമാണ് ചെയ്തത് നമ്മുടെ കൈകൊണ്ട്. പക്ഷേ ഫബാത യംലികുനാ ശഅബുൻ മലക്നാഹു, നമ്മൾ ഉടമപ്പെടുത്തിയ ജനങ്ങൾ നമ്മളെ ഇന്ന് തിരിച്ചുടമപ്പെടുത്തുന്ന ദുരവസ്ഥ, അതാണ് പലയിടത്തും നമ്മൾ വായിക്കുന്നത് എന്നാണ്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മളിൽ തന്നെ കപടന്മാരാണ്. ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് ഇസ്ലാമിൻ്റെ താടിയും തൊപ്പിയും വെച്ചൊക്കെ തലപ്പാവും ധരിച്ചൊക്കെ പലരും ഇസ്ലാമിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തകർക്കാനുള്ള പണി സജീവമാക്കിയതിനാലാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഉദാഹരിച്ച വിഭാഗങ്ങളൊക്കെ, ഖറാമിത്ത, ഉബൈദികൾ, ഇവർ ചേർന്നൊട്ടിയാണ് കഅബ ആക്രമിച്ചത്. ഖറാമിത്തകളും സഫവികളും ഉബൈദികളുമൊക്കെ അന്ന് കഅബയിലേക്ക് വരുമ്പോൾ അവർ ഇസ്ലാമിക വേഷധാരികളാണ്. പണ്ഡിതന്മാർ ഹജ്ജ് പാടില്ല ഈ വർഷം എന്ന് വിലക്കിയ വർഷമുണ്ട്.
കാരണം ഹജ്ജിന് വരുന്ന സുന്നികളെ കഴുത്തറുക്കാൻ, കൊല ചെയ്യാൻ അന്ന് ഖറാമീത്തകൾ തീരുമാനിച്ചിരുന്നു. അതിനാലാണ് ഹജ്ജിന് പോകണ്ട എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഹജ്ജിനെത്തിയവരെ കഅബയുടെ പരിസരത്തിട്ട് ആയിരങ്ങളെയാണ് അവർ ബലി നൽകിയത് എന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഹജറുൽ അസ്വദ് കഅബയിൽ നിന്ന് മോഷ്ടിച്ച് 22 വർഷം തങ്ങളുടെ നാടുകളിലേക്ക് കടത്തിക്കൊണ്ടുപോയവരാണ് ഖറാമത്തികളും ഈ മീലാദുൻ നബിയുടെ ഉദ്ഘാടനം ചെയ്ത ഈ ഉബൈദികളും അവർ ചേർന്ന്. അബ്ദുള്ള അഷമ്മർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുള്ള അഷമ്മർ, ഏതായാലും അഷമ്മർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്, ഷിയ ചരിത്രകാരനാണ്. അയാൾ ഉൾപ്പെടെ ഇതുപോലത്തെ യാഥാർത്ഥ്യങ്ങൾ രേഖപ്പെടുത്തേണ്ട അനിഷേധ്യമായ സംഭവങ്ങളാണ്. കഅബയിൽ അതിക്രമിച്ച് കയറി വിലപ്പെട്ടത് മോഷ്ടിച്ചും അവിടെ മലമൂത്ര വിസർജനങ്ങൾ വരെ നിർവഹിച്ചും അവഹേളനം നടത്തിയത് ഈ വിഭാഗം ആളുകളാണ്. പക്ഷേ എന്നും ഇസ്ലാമിൻ്റെ സംരക്ഷകരും സഹായികളുമായി വിലയിരുത്തപ്പെടുന്നതും വിധിക്കപ്പെടുന്നവരും ഇത്തരം ആളുകളെയാണ് എന്നുള്ളതാണ് വസ്തുത. അവരൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണ് അവരുടെ വിശ്വാസപ്രകാരമുള്ള അൽ മഹ്ദി അൽ മുൻതബർ, അവർ കാത്തു കഴിയുന്നൊരു മഹ്ദിയെ അവർ തേടിക്കൊണ്ടിരിക്കുന്നത്, വിളിച്ചുകൊണ്ടിരിക്കുന്നത്. യാ സാഹിബ സമാൻ, കാലത്തിൻ്റെ വാക്താവേ എന്ന് അവർ പറഞ്ഞ് അങ്ങേക്ക് വരാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞവർ വിലപിക്കുന്നു, വിളിക്കുന്നു. എന്തിനാണവർ ഈ സാഹിബുസമാനെ അവർ പ്രതീക്ഷിക്കുന്ന മഹ്ദിയെ കാത്തു കഴിയുന്നത്? അവർക്ക് ഈ ഹറമുകൾ പിടിച്ചടക്കാനാണ്. ഹറമുകൾ പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മഹ്ദിയിലൂടെ ചില ധർമ്മങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ ധർമ്മങ്ങൾ അവർ പൂർത്തീകരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ മാന്തിയതിന് ശേഷമാണ്. അവർക്ക് അവരുടെ ചില ആദർശങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ആ ആദർശങ്ങളെ അവർ പൂർത്തീകരിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയെ മണ്ണ് മാന്തിയതിന് ശേഷമാണ്. അബൂബക്കർ, ഉമർ എന്നിവരെ അവർ നെയ്യ് ആയ നിലക്ക് എന്ന് പറഞ്ഞാൽ ഫ്രഷായ ഉടലോടുകൂടി എടുത്ത് ബഖീ ഖബ്രിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ചില മുറകൾ പ്രയോഗിക്കാനുണ്ട്. അതിനു വേണ്ടിയാണ്. അതിനാണ് ഇസ്ലാമിക തലസ്ഥാന നഗരികളിലേക്ക് ഇരച്ചു കയറാൻ ഈ വിഭാഗം ആളുകൾ പല വഴികൾ, പല മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കുരിശ് യോദ്ധാക്കളുടെ ചരിത്രം വായിച്ചു നോക്കി. കുരിശ് യോദ്ധാക്കൾ എങ്ങനെയാണ് ബൈത്തുൽ മഖ്ദിസിനെ പിടിച്ചടക്കിയത്? പ്രത്യേകിച്ച് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളതായ നേതാക്കന്മാർ ഇവിടെ ജീവിച്ച നാളിൽ എന്തിനാണ് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലുള്ളവർക്ക് ഉബൈദികളെ ആദ്യം തകർക്കേണ്ടി വന്നത്? കുരിശ് യോദ്ധാക്കളെ തകർക്കുന്നതിന് മുമ്പ് ഉബൈദികളെ തുരത്തേണ്ട ഉദ്യമം ഏറ്റെടുക്കേണ്ടി വന്നത് കുരിശ് യോദ്ധാക്കളെ എതിർക്കുന്നതിന് മുമ്പ്. പുറമേയുള്ള ശത്രുവിനേക്കാൾ കൊടിയ ശത്രുക്കളായിരുന്നു ഈ വിഭാഗം ആളുകൾ എന്നതിനാലാണ്. ഉബൈദികളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ തീർന്നുപോയേനെ എന്ന് കുരിശ് യോദ്ധാക്കളിൽ പലരും വിധിച്ചതും രേഖപ്പെടുത്തിയതും നമ്മൾ അവരുടെ ചരിത്രത്തിൽ വായിക്കും. ഉഹോലാക്കോ എന്ന് പറയുന്ന ചെങ്കിസ് ഖാൻ്റെ മകൻ എങ്ങനെയാണ് ബഗ്ദാദ് പിടിച്ചടക്കിയത്? എങ്ങനെയാണ് ബഗ്ദാദിൽ രക്തപ്പുഴ ഒഴുക്കിയത്? ബഗ്ദാദിലെ ഇസ്ലാമിക തലസ്ഥാന നഗരിയുടെ അൽ മുസ്തഅസിം ബില്ലയുടെ കൊട്ടാര നടുവിലേക്ക് താർത്താരികളുടെ പടക്ക് ഹോലാക്കോൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് വഴി തരപ്പെട്ടത്, അവസരം ശരിപ്പെട്ടത്? അബൂ താഹിർ ഇബ്നുൽ അൽഖമി എന്ന് പറയുന്ന റാഫിദി ഷീഈ മന്ത്രി താർത്താരികൾക്ക്
ഈ ഖലീഫയെ ചതിയിൽപ്പെടുത്തി പൊതുജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുത്തി. അങ്ങനെയാണത് സാധിപ്പിച്ചു കൊടുത്തത്. ഇബ്നുൽ അൽഖമിയുടെ ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. അവർ കാരണത്താലാണ് മുസ്ലിം നാടുകൾ കുട്ടിച്ചോറായത്. രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്ക് വിധേയമായി ഇസ്ലാമിക നാടുകളിൽ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തപ്പെട്ടത്. ടൈഗ്രീസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും ഒക്കെ ചരിത്രം പലരും എഴുതിയതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെ വെള്ളമൊക്കെ ചെഞ്ചായമണിഞ്ഞത് മുസ്ലിം രക്തം കൊണ്ട്. അതിൻ്റെ കാരണക്കാർ ഇതുപോലത്തെ ദുഷ്ടന്മാർ. അതൊക്കെ വിശാലമായിട്ടുള്ള കുറേ വലിയ ചരിത്രങ്ങളാണിത്. വളരെ വേദനിപ്പിക്കുന്ന ഹൃദയഭേദകമായ ചരിത്രങ്ങളാണ്. അതിൻ്റെയൊക്കെ തനി ആവർത്തനങ്ങളാണ് പലപ്പോഴും വർത്തമാന സാഹചര്യത്തിലുള്ളത്. ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവസരം അതിന് തരപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. 2 ഹറമുകളിലേക്കും കണ്ണ് നട്ട് അവിടങ്ങളിൽ തങ്ങളുടെ ആദർശങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അവർക്ക് പലതും ചെയ്യാനുണ്ട്. അതിനുള്ള അവസരം ജൂതരിലൂടെ പണ്ട് അവർ സൃഷ്ടിച്ചു. അത് സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള പല അഭ്യാസങ്ങളും നാടകങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ പാമരന്മാരെ തങ്ങൾക്ക് അനുകൂലികളാക്കാൻ വേണ്ടി ചില പ്രകടനങ്ങൾ അവർ നടത്തും. മീഡിയകൾ പ്രചണ്ഡമായ ചില പ്രചരണങ്ങൾ അവരുടെ വാക്താക്കളിലൂടെ നടത്തും. പക്ഷെ ചരിത്രം മനസ്സിലാക്കി വർത്തമാനത്തെ വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊക്കെ പോക്കും ലക്ഷ്യവും എന്ത് എന്നുള്ളത് നന്നായിട്ട് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടാനാണ് ഞാൻ ചില ചരിത്രങ്ങൾ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൽ അറിവിൽപ്പെട്ടതിനോട് പ്രതികരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. ഈ ദീനിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരീക്ഷണത്തിൻ്റെ ഈ നാളുകളിൽ യഥാർത്ഥ ആദർശത്തിൽ കാലൂന്നി ജീവിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരണം നാഥൻ നമുക്ക് വിധിക്കുമാറാവട്ടെ. ഈമാനിൽ തൗബയിൽ അള്ളാഹുവിലേക്കൊരു തിരിച്ചുമടക്കം അള്ളാഹു നമുക്കെല്ലാവർക്കും കനിയുമാറാവട്ടെ. നാം എത്തിപ്പെടുന്ന ഖബറിടം നിർഭയത്തിൻ്റെ ഭവനമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിടങ്ങളിൽ നബിമാരുടെ കൂട്ടത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അദാബില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കുതിച്ചുയരാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു സദസ്സിൽ കൂടിയിരിക്കാൻ അള്ളാഹു നമ്മളെല്ലാം സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله. بسم الله. അസ്സലാമു അലൈക്കും. നമുക്ക് ഇവിടെ അവതരിപ്പിച്ച വിഷയ സംബന്ധമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഉന്നയിക്കാവുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഇൻഷാ അല്ലാഹ് ഓഗസ്റ്റ് 15-ാം തീയതി നബിദിനാഘോഷം പ്രമാണങ്ങളിൽ എന്ന തലക്കെട്ടിൽ മുജാഹിദ് ആദർശ സമ്മേളനം നടക്കുകയാണ്. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച 5 മണി മുതൽ ചെറുവാടി പ്രത്യേകം സജ്ജമാക്കിയ
പന്തലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. പ്രമുഖ പണ്ഡിതന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി പ്രീ പ്രോഗ്രാമുകൾ 10-ാം തീയതി വലിയ പറമ്പിൽ വെച്ച് ഷാഫി സ്വബാഹി നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 12-ാം തീയതി ചൊവ്വാഴ്ച പന്നിക്കോട് വെച്ച് മുജാഹിദ് ബാലുശ്ശേരി സംസാരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഡോർ ടു ഡോർ ഓഗസ്റ്റ് 9, 10 ശനി ഞായർ ദിവസങ്ങളിൽ മാവൂര് വെച്ച് ഡോർ ടു ഡോർ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 14-ാം തീയതി നമ്മുടെ സമ്മേളന നഗരിയിൽ വെച്ച് ജനജാഗരണ സമ്മേളനം ബഹുമാന്യനായ TK അഷ്റഫ് പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ഓഗസ്റ്റ് 14-ന് നടക്കുന്നുണ്ട്. ഈ ഒരു വ്യത്യസ്ത പരിപാടികളിലേക്ക് എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇവിടെ അവതരിപ്പിച്ച വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം എന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ചരിത്രത്തിൽ ക്രൂരനായ ഒരു ഭരണാധികാരിയായിട്ട് പരിചയപ്പെടുന്നൊരു വ്യക്തിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അദ്ദേഹം സഹാബിയായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ കൊല ചെയ്യുകയും തല വെട്ടിയിട്ട് മാതാവിൻ്റെ, അതായത് അസ്മാ ബിൻത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് കൊടുത്തയക്കുന്നതും, അതുപോലെ ആ മാതാവ് അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് ഒരു ആടിനെ അറുത്തതിന് ശേഷം തൊലി ഇടിച്ചാൽ അതിന് വേദനിക്കൂല എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം കഅബയെ പുനരുദ്ധരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം ചെയ്ത ക്രൂരതകളിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരിയെ അഹ്ലുസുന്ന എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി അദ്ദേഹം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു എന്നത് ശരിയാണ്. പലപ്പോഴും വെട്ടൊന്ന് കഷ്ണം രണ്ടെന്ന രീതിയിലാണ് അയാൾ പ്രശ്നങ്ങളോട് പ്രതികരിച്ചിരുന്നത്. അദ്ദേഹം ആദ്യകാലത്ത് അങ്ങനെ ക്രൂരനായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ള, അറബി ഭാഷ സാഹിത്യം വിശിഷ്യ നന്നായി കൈകാര്യം ചെയ്യുന്ന, സാഹിത്യഭംഗിയിൽ സംസാരിക്കുന്ന നല്ലൊരു വ്യക്തിത്വമായിരുന്നു ആദ്യകാലത്ത്. അദ്ദേഹത്തിന് അറബി ഭാഷയും സാഹിത്യമൊക്കെ പിൽക്കാലത്തും അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അമവി ഭരണകൂടത്തിൽ, പ്രത്യേകിച്ച് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അതേപോലെ തന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെ കാലത്തൊക്കെ ഗവർണറായി നിയോഗിക്കപ്പെട്ടതിൽ പിന്നെ അയാളുടെ പ്രകൃതം പറ്റെ മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം അന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ്. ആ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഈ ആളുകളെ ഒതുക്കുന്നതിന് വേണ്ടി അയാൾ കുറേ രക്തം ചിന്തിയിട്ടുണ്ട്. അയാളുടെ കൈകൾ പാപപങ്കിലമാണതിനാൽ ഇമാം ദഹബി അതിനുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ രീതിയിലൊക്കെ തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കൊലയാളിയായി, മനുഷ്യരക്തം ചിന്തുന്നവനായി, കൂടിയ അക്രമിയായി,
അന്യായക്കാരനായിട്ടൊക്കെയാണ് വിധിച്ചിട്ടുള്ളത്. പക്ഷേ വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ അയാൾക്ക് ചില സേവനങ്ങളും വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ അയാൾക്കുള്ള ചില കഴിവുകളും ഇമാം ദഹബി അനുസ്മരിച്ചിട്ടുണ്ട്. ഒപ്പം അത് ശരിയാണ്. പിന്നെ ഒരു സ്ത്രീ മകൻ്റെ വിഷയത്തിൽ ഷഫായത്ത് പറയാൻ വേണ്ടി വന്നു ഹജ്ജാജിൻ്റെ അടുക്കലേക്ക് മകൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഹജ്ജാജ് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല. പക്ഷേ ആ സ്ത്രീ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് കല്ല വല്ലതി ലം യദ്കുർ കല്ല ഫീ നിസ്ഫിൽ കിതാബ് പിന്നെ ഔക്കമക്കാലത്ത്, അതായത് കല്ല എന്ന പദം വിശുദ്ധ ഖുർആൻ്റെ ആദ്യ പകുതിയിൽ പറയാത്ത അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞാണ് ആ സ്ത്രീ പറഞ്ഞത്. കല്ല എന്നുള്ളതുണ്ടല്ലോ, അത് വിശുദ്ധ ഖുർആൻ്റെ ആദ്യത്തെ 15 ജുസിയിലില്ല. പിന്നെയോ കല്ല സനക്തുമ്മ യഖൂലു എന്ന് പറഞ്ഞിട്ട് പിന്നെ സൂറത്ത് മറിയം മുതൽ ഇങ്ങോട്ടാണ് അതുള്ളത്. കല്ല എന്നുള്ളത് കല്ല എന്തില്ല, പിന്നെ ആദ്യ പകുതിയില്ല. സ്ത്രീ പറയുന്നതാണ് കല്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ ആദ്യ പകുതിയിൽ പരാമർശിക്കാത്ത അള്ളാഹുവാണ് സത്യം, എൻ്റെ മകനായി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിന്ന നിർപ്പിൽ ഖുർആൻ ആദ്യാന്തം മനസ്സിലോർത്തു എന്നാണ്. മനസ്സിലെടുത്തിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി കല്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ ആദ്യ പകുതിയില്ല, പിന്നെ എങ്ങോട്ടാണുള്ളത്. കല്ല ബല്ല തുക്രീമുനൽ യതീം എന്നൊക്കെ പറഞ്ഞിടത്തുള്ള കല്ല. പക്ഷേ ആ സ്ത്രീ എൻ്റെ ആ പ്രയോഗം എന്ത് ചെയ്തു, പിന്നെ ആ സ്ത്രീ ആ പ്രയോഗത്തിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അയാളെ കുറ്റവാളിയെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. അതേപോലെയൊക്കെ തന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ കുറേ വിഷയങ്ങളുണ്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള അയാളുടെ ഒരു കഴിവിൻ്റെ വിഷയം. എന്നാലോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അൽ ഫാസിഖ് എന്ന പേരിലാണ് വിശുദ്ധൻ. അദ്ദേഹം ഒരു തെമ്മാടിത്തമുള്ള ആളായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരാളൊരു സ്വപ്നം കണ്ടു, കഅബത്തിൽ ഒരു കാക്ക വന്ന് വീണത്. കഅബത്തിൽ ഒരു കാക്ക വന്ന് വീഴുന്നതാണ് സ്വപ്നം. അപ്പോൾ അന്ന് മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിട്ട് കഅബത്തിങ്കൽ ഒരു കാക്ക വന്ന് വീണത് കഅബത്തിൻ്റെ മുകളിൽ. അപ്പോൾ അതിന് വ്യാഖ്യാനം പറഞ്ഞത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് നബി കുടുംബത്തിൽ നിന്നൊരു കല്യാണം കഴിക്കുമെന്നുള്ളതാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് കാക്ക ഉണ്ടല്ലോ, പക്ഷി, അതൊരു ഫാസിഖ് ആയിട്ടുള്ള ഒരു മൃഗമാണല്ലോ, അല്ല പക്ഷിയാണല്ലോ, ഫുവൈസിഖ്. പിന്നെ അപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ അതായിട്ട് ചിത്രീകരിച്ചു. പിന്നെ കഅബ പവിത്രാണ്, അതുകൊണ്ട് നബി കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം കഴിക്കാൻ സംഭവിച്ചു. ജാഫർ ബിൻ അബ്ദുല്ലാഹി ബിൻ ജാഫറിൻ്റെ മകൾ ഖൗല എന്നവരെ ഹജ്ജാജ് ബിൻ യൂസുഫ് വിവാഹം അന്വേഷിച്ചിട്ട് അവർ വിവാഹം, പിന്നെ അബ്ദുല്ലാഹി ബിൻ ജാഫർ ബിൻ അബി താലിബ് ഹാഷിമിയത്തായ ഖൗലയെ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ത് ചെയ്തു, പിന്നെ വിവാഹം കഴിക്കുന്ന അവസ്ഥയിലെത്തി. വിവാഹ ഉടമ്പടി നടന്നു. പക്ഷേ പിന്നെ വാപ്പ മകളോട് പറഞ്ഞിരുന്നു, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ഈ ദുആഉൽ കർബ് ഉണ്ടല്ലോ, ദുആഉൽ കർബ്, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വൽ അലിയുൽ അദീം സുബ്ഹാൻ റബ്ബിൽ അർശിൽ അദീം എന്ന് തുടങ്ങുന്ന ഒരു ദുആഉൽ കർബ് ഉണ്ട്. അത് പഠിപ്പിച്ചിരുന്നു മകളെ. ആര്? പിന്നെ വാപ്പ. അത് ചൊല്ലാൻ പറഞ്ഞിട്ടാണ് മകളോട് എന്ത് ചെയ്തത്, ഈ വിവാഹത്തിലേക്ക് നീങ്ങാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മകൾ ചൊല്ലുമായിരുന്നു. ഏതായാലും ഹജ്ജാജുമായി അറയിൽ കൂടുന്നതിന് മുമ്പ് ബന്ധം ഏർപ്പെട്ടു. കാരണം അബ്ദുൽ മലിക് ഇബ്നു മർവാൻ പിന്നെ ചെയ്തു, അദ്ദേഹത്തോട് പറയപ്പെട്ട ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിങ്ങളുടെ ഗവർണറാണ്, നബി കുടുംബത്തിൽ നിന്ന് അദ്ദേഹം കല്യാണം കഴിക്കണം. നബി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയോടുള്ള ബന്ധം കാരണത്താൽ ഇപ്പം അമവികളോടാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ചായ്വ്. ഭാര്യയിലൂടെ അദ്ദേഹം മനസ്സ് മാറി മറ്റേ ഭാഗത്തേക്ക് സ്വാധീനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അബ്ദുൽ മലിക് ഇടപെട്ടിട്ട് എന്ത് ചെയ്തു, ഈ വിവാഹബന്ധത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹജ്ജാജ് ബിൻ യൂസുഫ് ഉണ്ടല്ലോ, ഇവിടെ ആ സ്വപ്നത്തിൽ അദ്ദേഹം എന്താ ചിത്രീകരിക്കപ്പെട്ടതൊരു ഫാസിഖ് എന്ന് നിൽക്കാം. അതുപോലെ അത് ശരിയായിരുന്നു. ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ അടുക്കൽ അധർമ്മങ്ങളുണ്ടായിരുന്നു, അന്യായങ്ങളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഉദാഹരണമാണത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം പിന്നെ കഅബയുടെ അന്നത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഒരു വിഷയമാണത്. അന്ന് രാഷ്ട്രീയ സംഘടനയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അമവികളെ കൂട്ടാക്കാതെ നിലയുറപ്പിച്ചു. അമവി ഭരണാധികാരികൾ
അവർ ഷാം സിറിയയെ കേന്ദ്രീകരിച്ചാണ്, അബ്ദുല്ലാഹിബ്നു സുബൈർ കാബയെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ പ്രക്ഷുബ്ധാവസ്ഥയിൽ കാബയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായില്ലേ? ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ നേതൃത്വത്തിൽ സൈന്യം വന്നിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത്. അബ്ദുല്ലാഹിബ്നു സുബൈർ പിടിക്കപ്പെട്ടു, അദ്ദേഹം ക്രൂശീകരിക്കപ്പെട്ടു. അസ്മ റളിയല്ലാഹു തആല അൻഹയുടെ മകനാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ. അസ്മ എന്ന് പറഞ്ഞാൽ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ അസ്മ സുബൈർ ബിനുൽ അവ്വാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാൾ അസ്മ ദാത്തുന്നീതാഖൈൻ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി അസ്മ, അവരുടെ മകനാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ. ഈ അബ്ദുല്ലാഹിബ്നു സുബൈറിനെയാണ് ഇവർ എന്ത് ചെയ്തത്? ഈ ഹജ്ജാജ് ബിൻ യൂസുഫും സൈന്യം പിടികൂടിയതും ഇതേ പറഞ്ഞതുപോലെ ക്രൂശിച്ചതും. അസ്മ റളിയല്ലാഹു തആല അൻഹക്ക് അന്ന് ഏറെ പ്രായമായിരുന്നു, അവർക്ക് കണ്ണിന് കാഴ്ചയല്ല. അതുകൊണ്ട് തന്നെ മകൻ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അവർ ഇങ്ങനെ തലവിടുകയാണ്. മനസ്സിലായില്ലേ? തലവിടിയിട്ട് ഉമ്മ പറയാണ്, അമ ആനലി ഹാദൽ ഫാരിസി അയ്യ തറജ്ജൽ, ഈ അശ്വഭടന് പിന്നെ പുറപ്പെടാൻ പരലോകയാത്രയാകാൻ സമയമായില്ലേ എന്നൊക്കെ അവർ പറഞ്ഞ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ ഏറെ വേദനാജനകമായിട്ടുള്ള വിഷയമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്ന് അസ്മയോട് പറയുന്നുണ്ട്, അലൈക്കി ബിസ്സബ്ർ, നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അസ്മ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ എങ്ങനെ ക്ഷമിക്കാതിരിക്കും? യഹ്യ ഇബ്നു സക്കരിയ അലൈഹി അസ്സലാമയുടെ കഴുത്തറുത്ത് ആ തല ഒരു താലത്തിൽ വെച്ചിട്ട് ഒരു യഹൂദിയത്തായ അല്ലെങ്കിൽ ഒരു ദുഷ്ടസ്ത്രീക്ക് താലത്തിൽ വെച്ച് സമർപ്പിച്ചില്ലേ? ആ ചരിത്രം നമ്മൾ വായിക്കണില്ല. അതായത് യഹ്യ ഇബ്നു സക്കരിയ അലൈഹി അസ്സലാം, യഹ്യ നബിയെ അന്ന് ശത്രുക്കൾ വധിച്ച് തലയറുത്ത് താലത്തിൽ വെച്ചിട്ട് ഒരു ഇസ്രായേലിയരിലെ ഒരു ദുഷിച്ച സ്ത്രീക്ക് സമ്മാനിച്ച ചരിത്രം നമുക്കറിയില്ലേ? അതൊക്കെ കേട്ട് പഠിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെ ക്ഷമിക്കാതിരിക്കും എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ അസ്മ റളിയല്ലാഹു തആല അൻഹ പറയുണ്ടായത്. ഏതായാലും അതൊക്കെ വലിയ ഫിത്നയുടെ പരീക്ഷണത്തിൻ്റെയൊക്കെ ചരിത്രങ്ങളാണ്. ഹജ്ജാജ് ബിൻ യൂസുഫിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ ക്രൂരതയുണ്ട്. കുറേ ആളുകളെ അദ്ദേഹം വധിച്ച ചരിത്രവുമുണ്ട്. ഹജ്ജാജ് ബിൻ യൂസുഫ് മരിക്കുന്നത് ഹിജ്റയുടെ 95 റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഒരു വെള്ളിയാഴ്ച രാവിലാണ്. ഹിജ്റയുടെ 95 റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഒരു വെള്ളിയാഴ്ച രാവിലെ. ചരിത്രം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ ഈ അന്യായങ്ങളും അക്രമങ്ങളും രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ചില നന്മയുടെ വിഷയങ്ങളും അതിൽപ്പെട്ടതാണ് ഈ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലത്തുണ്ടായിരുന്നതായ കുറേ യുദ്ധവിജയങ്ങൾ, ചില അങ്ങനത്തെ നിലക്കുള്ളതായ ചില സേവനങ്ങൾ ഒക്കെ ഒരു നീണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിലങ്ങനെ എടുപ്പും. അസ്സലാമു അലൈക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള ജമൽ യുദ്ധം, സിഫിൻ യുദ്ധം, ഒരുപാട് യുദ്ധങ്ങൾ റസൂൽ പറഞ്ഞ് വച്ചു ഇങ്ങനൊരു കാലം വരാനുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലാണ്. പക്ഷേ പഴയതിലേക്ക് നമ്മൾ അനാവരണം ചെയ്യാൻ പോകുമ്പോൾ ഇന്നത്തേക്കാളും വളരെ അപകടകരമായ, പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അതിന് തുടർന്നുള്ള സഹാബത്തിനോട് ഏറ്റവും അടുത്ത ഒരു തലമുറയുടെ വലിയ ഏറ്റുമുട്ടലാണ്. നേരത്തെ പറഞ്ഞതുപോലെ അബൂ മൂസ അശ്ശരിയുടെ ഈ അംർ ഇബ്നു ആസിൻ്റെയും ആ ഒരു ഹെക്മയുടെ ആ ഒരു സംഭവം കൂടെ പറഞ്ഞു. അതൊക്കെ ഇന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് അക്കാദമിക ചരിത്രം ഈ പറഞ്ഞ പോലെയാണ് പഠിപ്പിക്കുന്നത്. ഉസ്താദോട് പറഞ്ഞ രൂപത്തിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആൾ പിൻവലിച്ചു. പിന്നെ അവിടെ പ്രശ്നം തീർന്നില്ല. ഇനിയിപ്പോൾ എന്തിനാ മറ്റാൾ പിൻവലിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ അംറുൽ ആസ് അങ്ങനെ പറഞ്ഞത്. ഫിലിപ്പ് കെ ഇറ്റി എന്ന ദ ഹിസ്റ്ററി ഓഫ് ദി ആരബ്സ്, ഒരു 1500-2000 പേജുള്ള ഒരു വലിയ ഗ്രന്ഥമാണ്. ചരിത്ര PG അത് മുഴുവൻ പഠിക്കണം. അതുപോലെ തന്നെ പ്രൊഫസർ ജമാൽ മുഹമ്മദ് സാഹിബിൻ്റെ, ഡോക്ടർ ടി ജമാൽ മുഹമ്മദ് സാഹിബിൻ്റെ അറബിയുടെ ചരിത്രത്തിലൊക്കെ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമുക്ക് തിരുത്തി പുസ്തകം ഇറങ്ങേണ്ടതും അല്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പുതിയ കാലത്തിന് നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ
അബദ്ധങ്ങളെ സുബദ്ധങ്ങളായി സത്യമായി ചരിത്രമായി ഇന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. വളരെ ചിന്തിക്കപ്പെടേണ്ട വിഷയമാണ് ഈ ചോദ്യത്തിൽ. ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു അനുബന്ധം പറയാം, എന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ നാളുകളുണ്ടല്ലോ, ആ നാളുകൾ പിന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാനാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ഗവർണറായിട്ട് വാഴ്ത്തിയത്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെ കാലശേഷം അബ്ദുൽ മലിക് ഇബ്നു മർവാന് 4 മക്കൾ ഖലീഫന്മാരായി. അബ്ദുൽ മലിക്കിൻ്റെ മക്കളിൽ ആദ്യം വലീദ് വന്നു, പിന്നെ സുലൈമാൻ, അതിനുശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ്, അത് മരുമകനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. പിന്നീട് അബ്ദുൽ മലിക്കിൻ്റെ മറ്റേ മകൻ യസീദും പിന്നെ ഹിഷാമും. വലീദ്, സുലൈമാൻ, യസീദ്, ഹിഷാം 2 മക്കൾക്ക് ശേഷം പിന്നെ മരുമകൻ ഇവരുടെ അളിയനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അബ്ദുൽ മലിക്കിൻ്റെ മകൾ ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക്കിൻ്റെ ഭർത്താവാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇബിൻ മർവാനാണ്. അപ്പോൾ അബ്ദുൽ മലിക്കും അബ്ദുൽ അസീസും സഹോദരങ്ങളാണ്. അബ്ദുൽ അസീസിൻ്റെ മകനാണ് ഉമർ, അബ്ദുൽ മലിക്കിൻ്റെ മക്കളാണ് വലീദ്, സുലൈമാൻ, യസീദ്, ഹിഷാം. ഇവർ ഈ അബ്ദുൽ മലിക്കാണ് ഹജ്ജാജിനെ സ്ഥാപിച്ചത്, ഗവർണറായിട്ട് നിയോഗിച്ചത്. പിന്നെ തുടർന്ന് വലീദും. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് അധികാരത്തിലെത്തിയപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫിനോട് വിമ്മിഷ്ടായി. അതുകൊണ്ട് തന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ശപിച്ചും അയാൾ നരകത്തിൻ്റെ വിറകും കൊള്ളിയാണെന്നൊക്കെ രീതിയിൽ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് സംസാരിച്ചപ്പോൾ അന്നൊരു പണ്ഡിതൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിനോട് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഹജ്ജാജിനെ നരകത്തിലേക്ക് വിധിക്കുന്നതിന് മുമ്പ് ഹജ്ജാജിനെ സ്ഥാപിച്ചവർ ആര്, ഹജ്ജാജിന് അവസരം ഒരുക്കിയത് ആര് എന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളുടെ വാപ്പയും നിങ്ങളുടെ സഹോദരനുമാണ്. അതുകൊണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിങ്ങൾ പറയുന്നിടത്താണ് എങ്കിൽ ആ ഹജ്ജാജിൻ്റെ വലത് ഭാഗത്ത് നിങ്ങളുടെ ഉപ്പയും ഇടത് ഭാഗത്ത് നിങ്ങളുടെ സഹോദരനുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാപ്പയും നിങ്ങളുടെ സഹോദരനും ഹൈസു ഖാൻ അവർ ഹജ്ജാജ് നിങ്ങളുടെ വാപ്പ മരിച്ചുപോയി, നിങ്ങളുടെ സഹോദരനും മരിച്ചുപോയി, അവരിരുവരും എവിടെയാണോ അവരോടൊപ്പമാണ് ഹജ്ജാജ് ഇപ്പോൾ. അപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എങ്കിൽ അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, എത്രയേ പറഞ്ഞോളൂ. അതോട് കൂടിയിട്ടാണ് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് മുണ്ടാട്ടം മുട്ടിയത് എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ നമ്മളാരെയും വഹയ് നരകത്തിൻ്റെ വിറകും കൊള്ളിയാണ് എന്ന് പറയാത്തവരെ അത് പറയാൻ പോണ്ട. ഒരാൾക്ക് തിന്മകളുണ്ട് എങ്കിൽ ചരിത്രം രേഖപ്പെടുത്തിയത് അത് വിശ്വസ്തമായ നിവേദനങ്ങളിലാണെങ്കിൽ നമുക്കറിയാം. ഇമാം ദഹബിയെക്കുറിച്ച് ഞാൻ അതാണ് ഉദ്ധരിച്ചത്. ഞാൻ ഈ ചരിത്രകാരന്മാർ പലത് എഴുതിയിട്ട് അതിലേക്കൊന്നും പോണില്ല. പക്ഷേ നീതിമാന്മാരായ സുന്നി ചരിത്രകാരന്മാരെ എഴുതിയതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞപ്പോഴൊക്കെയും ഹജ്ജാജിൻ്റെ ചില നന്മകളെ ചേർത്ത് പറഞ്ഞാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ അയാളുടെ മരണം വരെ. അതൊരു വിഷയം. രണ്ടാമത്തേത് ഇപ്പം നമ്മുടെ വലിയ മാഷാ അല്ലാഹ് ബാരക് ഫീ, നല്ല മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീ, ലെക്ചറാ മാഷാ അല്ലാഹ് ബാരക് ഫീ. വ്യക്തിപരമായിട്ട് പരിചയമല്ല എങ്കിലും അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിൻ്റെ അറിവ് അഗാധമാണ്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. നമ്മളൊക്കെ മൂപ്പര് മുമ്പിൽ ഇരുന്ന് പഠിക്കണം. പക്ഷേ കവി പറഞ്ഞതുപോലെ നസീറു ഖൽഫ റിഖാബിൻ നുജ്ബിൻ ദി അറജിൻ മുഅമ്മിലൻ ഖൈറല്ലദി യഖ്ദി ബിഹി അറജി ഫഇൻ ളഫർതു ബിഹി മിൻ ബഅദി മാ സബഖു ഫകം ലറബ്ബി സമാ മിൻ ദാക മിൻ ഫറജി വഇൻ ബഖീതു അലാ ളഹ്രിൽ തരീഖി മിൻ അറജിൻ ഫമാ അലാ അറജി മിൻ ഹറജി എന്ന് പറയലേ. നമ്മളൊക്കെ വലിയൊരു യാത്രാ സംഘത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഈ മുടന്തേറ്റി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കവി പറയുന്നത്. വലിയൊരു യാത്രാസംഘം, അവർ സജീവമാണ്, അവർ ആരോഗ്യ ദൃഢഗാത്രരാണ്. അവരുടെ പിന്നിൽ നമ്മളൊരു മുടന്തനായിട്ട് പോവുകയാണ്. ശരിയായില്ലേ? അസീറു ഖൽഫരി ഖാബിൻ നുജ്ബിൻ ദാ അറജിൻ മുഅമ്മിലൻ ഖൈറല്ലദി യഖ്ദി ബിഹി അറജി. നമ്മളുടെ ഈ മുടന്ത് അതിനൊരു പരിഹാരം നാദിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഫഇൻ ളഫർതു
മിൻബാദി മാസ ബഖു, ഈ നല്ലൊരു ടീമിനോടൊപ്പം പോകുമ്പോൾ നമുക്ക് അവരെ മറികടക്കാനായിട്ടുണ്ടെങ്കിൽ ഫക്കം ലി റബ്ബിസ്സമാ മിൻ ദാക മിൻ ഫറജി, അത് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യാണ്, രക്ഷയാണ്, മോക്ഷമാണ്. എന്നാൽ വഇൻ ബഖീതു അലാ ദഹ്രിൽ ഗൈബി ദഹ്രി തരീഖി, ഞാൻ അവരോടൊപ്പം എത്താതെ ഈ മുടന്ത് കാരണത്താൽ വഴിയിൽ വീഴുകയാണ് എങ്കിൽ ഫമ അല അറജിൻ ഫീ ദാക മിൻ ഹറജി, മുടന്തനാണ്, ഒരു കുഴപ്പമില്ല അല്ലേ. അവരൊപ്പം എത്താൻ സാധിച്ചില്ല എന്നതിനാൽ നമുക്ക് മുടന്തുള്ളതുകൊണ്ട് ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ക്ലാസ് കൊടുക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആളുകൾ ഇതേപോലെ അൽഹംദുലില്ലാ ഖൈറുൻ വബറക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പക്ഷെ ഇവിടെ ആ ചോദ്യത്തിൽ ഇത്തരം അബദ്ധങ്ങൾ ചരിത്രത്തിൽ തുടർ പഠനങ്ങളാകുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പഠിച്ചത് ഇബ്രാഹിം ഹസൻ ഇബ്രാഹിം താരീഖ് ഇസ്ലാം, അല്ലെങ്കിൽ ഹസൻ ഇബ്രാഹിം ഹസൻ്റെ താരീഖുൽ ഇസ്ലാമാണ് നമ്മൾ പഠിച്ചിരുന്നത്. നമ്മളെ കയ്യിലൊക്കെ പഠിക്കുന്നത് ഈ ചരിത്രമാണ്. ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠപ്പെടുത്തിയ, മഹത്വപ്പെടുത്തിയ, വിശ്വസിച്ച, മഹാനാക്കിയ സഹാബിയെ ഒരു പൊട്ടനായി, ബുദ്ധിഭ്രംശമുള്ളവനായി, ബുദ്ധിമാന്യമുള്ളവനായിട്ടൊക്കെ പിൽക്കാലത്ത് ചില ദുഷ്ടശക്തികൾ എഴുതിയതാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് അത് തിരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ആ പാപാരെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതേപോലെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആലയുടെ ചരിത്രം എത്ര മഹനീയമായ ചരിത്രമാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിൻ്റെയൊക്കെ ചരിത്രം. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ശരിയാണ്, അവരുടെയൊക്കെ ഇന്നലകളിൽ ഇസ്ലാമിന് മുമ്പ് തകർക്കപ്പെടേണ്ട കുറേ കുറ്റങ്ങൾ അവർക്കുണ്ട്. ഹബഷയുടെ ചരിത്രം വായിച്ചു നോക്കി, നജാഷി രാജാവിന് മുമ്പിൽ അംർ ഇബ്നുൽ ആസിൻ്റെയും അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യയുടെ ചരിത്രം വായിച്ചു നോക്കി, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മുഹാജിറുകളായി ഹബഷയിലേക്ക് ഹിജറ പോയ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ നാടകം അംർ ഇബ്നുൽ ആസും പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യയും. പക്ഷെ അവർ ഇസ്ലാം സ്വീകരിച്ച് അവർക്ക് നിലകളിലുണ്ടായ അവരുടെ ആ സ്ഖലിതങ്ങളിലുണ്ടായ ആ കുണ്ഠിതം, വിഷമം, അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, പിന്നെ അതൊക്കെ തിരുത്തപ്പെട്ടു. പക്ഷേ എന്നിട്ടും എന്താ ഇന്നും ഈ അംറുല്ലാഹിനെ എന്താ വായിക്കണത്, മനസ്സിലാക്കണത് ഇതേപോലെയാണ്. അത് ഇതിൽ തീരണില്ല അതൊന്നും. ഇപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ എത്ര ശ്രേഷ്ഠതയുള്ള മഹാനായ സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ നിശ്ചയിച്ച ആളുകൾ പരിമിതമാണ്. അന്ന് എഴുതാനുള്ള ഉപകരണങ്ങൾ പരിമിതമാണ്, എഴുത്തറിയുന്നവരും കുറവാണ്. ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ എന്നാണ്. അന്നത്തെ അറബികൾ ഉമ്മിയത്തായ കൗമാണ്, എഴുതാനും വായിക്കാനും വശമില്ലാത്തവരാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാനും വായിക്കാനും അറിയാത്തവരിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. കാരണം അവർക്ക് അന്നത്തെ കാലത്ത് മനപ്പാടാക്കുക എന്നുള്ളതാണ്, പെട്ടെന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത്, കേട്ട മാത്രയിൽ അത് ഈ ഹൃദയത്തിൽ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഖുർആൻ അങ്ങനെ ശേഖരിക്കപ്പെടണം എന്നുള്ളതായിരുന്നു അള്ളാഹുവിൻ്റെ നിശ്ചയം. അതിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്. എഴുതാൻ അറിയുന്നവർ കുറവായിരുന്നു. അറിയുന്നവരിൽ ഒരാളായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരെ പോലൊക്കെ എഴുതാൻ അറിയുന്നവരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലരെ ഒരു നസ്രാനിയെ വരെ ഖുർആൻ എഴുതാൻ എടുത്തിരുന്നു. എന്തിന്? ഈ അറിയുന്നവർ പരിമിതമായത് കാരണത്താൽ. പക്ഷേ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ എഴുതാൻ താല്പര്യത്തിൽ ആളയക്കാണ്, മുആവിയയോട് വരാൻ പറഞ്ഞിട്ട് എഴുതാൻ. അപ്പം ഈ ആൾ ചെന്ന് നോക്കുമ്പോൾ മുആവിയ ഭക്ഷിക്കുകയാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അയാൾക്ക് മടി, തിന്നുന്നോടത്തുനിന്ന് ഒരാൾ വിളിച്ചുകൊണ്ടിരട്ടെ. അപ്പം വീണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കാണ് ചെന്ന് നോക്കാൻ. അപ്പം മുആവിയ അപ്പോഴും ഭക്ഷിക്കുകയാണ്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെയും വിട്ട്, അപ്പോഴും മുആവിയ റളിയല്ലാഹു തആല ഭക്ഷിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആൾ വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അദ്ദേഹം ഭക്ഷിക്കുകയാണ്, മുആവിയ ഭക്ഷിക്കുകയാണ്. അപ്പോൾ 3 പ്രാവശ്യവും ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കുന്ന മുആവിയെ കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ അഷ്ബഅ അല്ലാഹു ബത്നഹു എന്ന് ദുആ ചെയ്തു എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറ്റാതിരിക്കട്ടെ എന്ന അർത്ഥത്തിൽ അത് അനുകൂല പ്രാർത്ഥനയായിട്ടുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള അനുകൂല പ്രാർത്ഥനയാണ്. അത് മുആവിയക്കെതിരെയുള്ള ഒരു ദുആ അല്ല.
അത് നിസ്ലാസൽമാത്തങ്ങൾ ഏതൊരു മുഅ്മിനെതിരിൽ ഇങ്ങനത്തെ ചില പ്രാർത്ഥനകൾ സകലത്ത് ഉമ്മുക്കയാ മുആദ്, മുആദെ നിങ്ങൾ എത്തീമാകട്ടെ എന്നാണ്, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടപ്പെടട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. സകലത്ത് ഉമ്മുക്കയാ മുആദ്, അത് അദ്ദേഹത്തിന് എതിരുള്ള ദുആയല്ല, അനുകൂല ദുആയാണ്. റഹിമ അംഫു അബീദർ, അബൂദറിൻ്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ എന്ന് പറയുന്നുണ്ട്. അത് അബൂദറിന് എതിരിലുള്ള ദുആയല്ല, അനുകൂല ദുആയാണ്. അതേപോലെയാണ് മുആവിയ റളിയല്ലാഹുവിനുള്ള ഈ ദുആ. പക്ഷേ പിൽക്കാലത്ത് ചരിത്രം വായിക്കുന്ന പലരും ഉണ്ടല്ലോ, അബൂദറിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് മുആദ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞൊന്നും പറയില്ല, പക്ഷേ മുആവിയയെക്കുറിച്ച് പറഞ്ഞ ഇത് പറയും. കാരണം എന്താ, ആ മുആവിയ അവരുടെ മനസ്സിലൊരു കരടാണ്. ഇതേപോലെ ഒരു നിരൂപണ കഥാപാത്രമാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പ്രശംസിച്ച് പറഞ്ഞ എത്ര ഹദീസുകളുണ്ട്. അദ്ദേഹം സ്വർഗാർഹനാണ് എന്ന് എല്ലാം മൊത്തം സഹാബികളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ട് വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തു എന്നത്. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅളമു ദറജതൻ മിനൽ ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന എന്നാണ്. മക്കം ഫത്ഹിന് മുമ്പ് സ്വീകരിച്ചവർ, ചെലവഴിച്ചവർ, ശേഷം സ്വീകരിച്ചവർ, ചെലവഴിച്ചവർ അവരൊരുപോലെയല്ല, പക്ഷേ എല്ലാവർക്കും അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ സഹാബികളുടെയും വിഷയത്തിൽ പറഞ്ഞാണ് സ്വർഗാർഹരാണ് എന്നുള്ളത്. ചിലരെക്കുറിച്ച് റസൂലുള്ളാഹി പ്രത്യേകം ചെയ്തിട്ടുണ്ട്, അവർ സ്വർഗാർഹരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. ഉമ്മു ഹറാം ബിൻത് മൽഹാൻ എന്നവരുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് സന്ദർശിച്ച് അവിടെ കിടന്ന് റസൂലുള്ളാഹി ഒരിക്കൽ ഉറക്കിൽ നിന്ന് പുഞ്ചിരിയോടുകൂടി എഴുന്നേറ്റ ചരിത്രം ഉമ്മു ഹറാം ബിൻത് മൽഹാൻ പറയുന്നുണ്ട് റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ഉമ്മു ഹറാം ചോദിക്കാൻ റസൂലെ നിങ്ങൾ എന്തിനാണ് ചിരി തൂകിയത്? ഉമ്മു ഹറാമിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ കുടുംബക്കാരാണ് അവർ. റസൂലുള്ളാഹിൻ്റെ അഖ്വാൽ ഉണ്ടല്ലോ, അഖ്വാൽ എന്ന് പറഞ്ഞാൽ മാതൃ കുടുംബം എന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഉപ്പ അബ്ദുള്ളാൻ്റെ ഉപ്പ ഹാഷിം. ഈ ഹാഷിം പണ്ട് മദീനയിൽ നിന്നൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്, സൽമ ബിന്ത് അംർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ. ആ സൽമയിലാണ് അബ്ദുൽ മുത്തലിബ് കുട്ടി ഉണ്ടാണത്. അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മ മദീനക്കാരിയാണ്. ആ കുടുംബത്തിലാണ് ആരുള്ളത്? ഈ ഉമ്മു ഹറാം ബിന്ത് മൽഹാനൊക്കെ, ബനു നജ്ജാർ ഗോത്രം. റസൂലുള്ളാഹി വീട്ടിൽ പോയിട്ട് കിടക്കും, അവിടെ താമസിക്കും, പകലൊക്കെ അവിടെ പോയി കിടക്കും, താമസിക്കും എന്നാണ്. അപ്പോൾ ഒരു ദിവസം അവിടെ ഉറങ്ങിയപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു ഉറക്കിൽ നിന്ന്. അപ്പോൾ ഉമ്മു ഹറാം ചോദിക്കാൻ, എന്താണ് റസൂലെ നിങ്ങളെങ്ങനെ ചിരിച്ച് എഴുന്നേറ്റത്? അപ്പോൾ പറയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ചിലർ, അവരെ ഞാൻ കണ്ടത് മുലൂക്കുൻ അലൽ അസിറ, അല്ലെങ്കിൽ കൽ മുലൂക്കി അലൽ അസിറ കുല്ലുഹും ഔജബു എന്നാണ്. സിംഹാസനത്തിൽ രാജാക്കന്മാരായി, അല്ലെങ്കിൽ സിംഹാസനത്തിൽ രാജാക്കന്മാരെ പോലെ ഞാൻ കണ്ടു. യുഖാത്തിലൂന സബദ ഹാദൽ ബഹർ, സമുദ്രം താണ്ടി അവർ സമരം ചെയ്യും. സമുദ്രത്തിൽ രാജാക്കന്മാരെ പോലെ അവരെ ഞാൻ കണ്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കുല്ലുഹും ഔജബു, അവർക്കൊക്കെ സ്വർഗം ഉണ്ട് അനിവാര്യമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മു ഹറാം പറയാണ്, യാ റസൂലല്ലാഹ് ഉദുല്ലാഹി യജഅലനി മിൻഹും, റസൂലെ അവരിൽ എന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾ ദുആ ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, അൻതി മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് പറയാണ്. പിന്നെയും റസൂലുള്ളാഹിക്ക് ഈ ഒരു സ്വപ്നം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഉമ്മു സുലൈം പറയുന്നുണ്ട്, ഞാൻ ഉമ്മു സുലൈമേ പറഞ്ഞു, ഉമ്മു ഹറാമിനെ പറഞ്ഞത് ഉമ്മു ഹറാമിൻ്റെ സഹോദരി ഉമ്മു സുലൈം ബിന്ത് മൽഹാൻ, ഉമ്മു ഹറാം ബിന്ത് മൽഹാൻ, ഉമ്മു സുലൈം പറയുന്നുണ്ട്, പിന്നെ ഉദുല്ലാഹി യജഅൽനി മിൻഹും, എന്നെ അവരിൽ ഉൾപ്പെടുത്താൻ ദുആ ചെയ്യും എന്ന്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അൻതി മിൻ അവൈലിഹിം, ആ സ്വർഗത്തിൽ പോകുന്നവരിൽ ആദ്യത്തെ കൂട്ടത്തിൽ നിങ്ങളുണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമുദ്രം താണ്ടിയുള്ള യുദ്ധം നടക്കും, അതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും സ്വർഗാർഹരാണെന്ന് റസൂലുള്ളാഹി പറയുന്നു. ആദ്യത്തെ നാവിക സേന പുറപ്പെടുന്നത് കുബ്രുസിലേക്കാണ്, കുബ്രുസിലേക്ക്. ആ സൈപ്രസിലേക്കുള്ള ആദ്യ നാവിക സേന നയിക്കപ്പെടുന്നതിൻ്റെ അതിൽ നേതാവാരാണ്? കമാൻഡർ ഇൻ ചീഫ് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ആ പിൽക്കാലത്ത് നടന്നതാണ് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം. ആ സൈന്യം, നാവികസേന സൈപ്രസിലെത്തി. അതിൽ ഈ ഉമ്മു സുലൈം അല്ലെങ്കിൽ ഉമ്മു ഹറാം ബിന്ത് മൽഹാൻ പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, അവരെല്ലാവരും സ്വർഗാർഹരാണ്, അവരിൽ മുൻപന്തിയിൽ നിങ്ങളുണ്ടാവും എന്നറിയില്ലേ. ആ നാവികസേന ചെന്ന് സൈപ്രസിൽ ഇറങ്ങി
ഉമ്മുസ്ലൈം റളിയല്ലാഹു തആല തൻ്റെ വാഹനപ്പുറത്ത് കയറിയിട്ട് സൈന്യം മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ അവരെന്ത് ചെയ്യാണ് പിന്നെ വാഹനത്തിൽ നിന്ന് വീണ് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ഈ ടീമിനെ കുറിച്ചാണെന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഈ മുആവിയ റളിയല്ലാഹു തആലനെ നോക്കി നിങ്ങൾ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെക്കുറിച്ച് എന്ത് പറഞ്ഞു? അതാണല്ലോ വഹയിൻ്റെ വർത്തമാനം. അതിൽ ഊന്നിയായിരിക്കണം പിന്നീട് വരുന്ന ചരിത്രങ്ങളെ നമ്മൾ വായിക്കാൻ, പിന്നീട് ആരെഴുതിയിട്ടുണ്ടെങ്കിലും അതിനെ കേൾക്കാൻ. പക്ഷേ ഇന്ന് മുആവിയ റളിയല്ലാഹു തആലാനുവിനെ പ്രത്യേകിച്ച് പിന്നെ ചില ഈ രാഷ്ട്രീയ വ്യാഖ്യാനത്തിൻ്റെയൊക്കെ ആളുകൾ, അതേപോലെ തന്നെ ഇസ്ലാമിനെ കേവലം രാഷ്ട്രീയ വായന നടത്തിയിട്ട് പിന്നെ പറയുന്ന ആളുകൾ, വിധിക്കുന്നവർ, അവരൊക്കെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുണ്ടല്ലോ, പറയാതെ പിൽക്കാലത്ത് എഴുതിയ ഇതേപോലത്തെ ഈ ചരിത്രങ്ങൾ, അതും രാഷ്ട്രീയ പക്ഷപാതിത്വവും രാഷ്ട്രീയപരമായിട്ടുള്ളതായ പകപോക്കലും നിലനിൽക്കുന്ന കാലത്ത് എഴുതിയ ചരിത്രങ്ങൾ, അതൊക്കെ വായിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് തുടരുന്നത്. ഇപ്പം തിരുത്തപ്പെടാതെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പിന്നെ ഈ പണ്ഡിതൻ ഇവിടെ ഉണർത്തിയതുപോലെ ഇതൊക്കെ തിരുത്തപ്പെടാതെ പോയിട്ടുണ്ട് എങ്കിൽ ഈ വിശ്വാസ വ്യതിചലനം, അതേപോലെ തന്നെ ഇത്തരം അന്യായങ്ങൾ, അക്രമങ്ങൾ ഈ മഹത്തുക്കൾക്ക് നേരെ പറയപ്പെട്ടത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പാടുള്ളതല്ല. പക്ഷേ നമ്മളുടെ പിന്നെ ആളുകളിലേക്ക് അത് എത്തുന്നില്ല. ഇപ്പം മിൻഹാജ് സുന്നൻ നബവിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ മിൻഹാജ് സുന്ന വായിച്ചു നോക്കി നിങ്ങൾ. ഇതിലൊക്കെ സൂക്ഷ്മമായ നല്ല പഠനങ്ങളുണ്ട്, ചരിത്ര നിവേദനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു യസീദ് ബിൻ മുആവിയ റളിയല്ലാഹുവിൻ്റെ മകൻ യസീദിൽ നിന്ന് ചില അന്യായങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഖിയത്തുൽ ഹറ, വിശുദ്ധ മദീനയുടെ നേരെ ഉണ്ടായ പിന്നെ ഒരു അക്രമത്തിൻ്റെ വിഷയം, അത് യസീദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു അക്രമമാണ്, അന്യായമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ യസീദിനെ കുറിച്ച് നല്ലത് പറയാനുമില്ല ചീത്ത പറയാനുമില്ല എന്ന നിലക്കാണ് പല ചരിത്രകാരന്മാരുള്ളത്. എന്തിനാ നല്ലത് പറയാനുമില്ല ചീത്ത പറയാനുമില്ല എന്ന് പറയുന്നത് അറിയോ? അവ്വലു ജയ്ഷിൻ യഖ്റുജു ഇലൽ ഖുസ്തന്തീനിയ മഗ്ഫൂറുൻ ലഹും എന്നൊരു ഹദീസ് ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അവ്വലു ജയ്ഷിൻ യഖ്റുജു ഇലൽ ഖുസ്തന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ നോക്കിയുള്ള ആദ്യ സൈന്യം, അവർ മഗ്ഫൂറുൻ ലഹും, പൊറുക്കപ്പെട്ടവർ എന്നാണ് പറഞ്ഞത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പൊറുക്കപ്പെട്ടവർ, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവ്വലു ജയ്ഷിൻ യഖ്റുജു ഇലൽ ഖുസ്തന്തീനിയയിലേക്ക് പുറപ്പെട്ട ആദ്യ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആരാണ്? യസീദ് ബിൻ മുആവിയാണ്, യസീദാണ്. ആ സൈന്യത്തിൽ അബു അയ്യൂബുൽ അൻസാരി, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇവരൊക്കെ ഉണ്ട് ആ സൈന്യത്തിൽ, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ പിന്നെ യസീദിനെ കുറിച്ച് പറയുമ്പോൾ ശരിയാണ്, യസീദിൽ നിന്ന് വലിയ അന്യായങ്ങളും അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് മാത്രം അല്ല, പിന്നെയോ ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനെ തമസ്കരിച്ചുകൊണ്ട് അത് പറഞ്ഞിട്ട് അവരെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ നരകത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന ചിലരുടെ ഈ പിന്നെ നിലപാടത് ശരിയല്ല. അതാണ് പലപ്പോഴും ചരിത്രത്തിലുള്ളത്. അതൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട്. ആ രീതിയിലാണ് ചരിത്രം വായിച്ചുള്ളത്. ആര്? ഇബ്നു തൈമിയൊക്കെ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വായിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. യസീദിൻ്റെയൊക്കെ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരു സന്തുലിതമായിട്ടുള്ളതായ നിലപാട് ചരിത്രത്തിൽ എന്തുണ്ട്, പല പണ്ഡിതന്മാരും ഇതൊക്കെ പരാമർശിച്ച് പോയിട്ടുണ്ട്, ഇമാം ദഹബിയെ പോലുള്ളവരൊക്കെ. പക്ഷേ പിന്നെ അത് നമ്മളുടെ ആളുകളിലേക്ക് വേണ്ടത്ര അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അല്ലാഹു ആലം. ഖലാസ്, ടൈമായില്ലേ? ഇനി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഖലാസ്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.